ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ നമ്മുടെ ഇമാം, സ്നേഹസമ്പന്നരായ അണങ്കൂർ ദേശത്തെ ഈ മഹല്ലിലെ മസ്ജിദ്, മദ്രസ ഇത് രണ്ടും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഈ മഹല്ലിലെ പിതാക്കളെ, മാതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരില്ലേ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. റബ്ബേ, ഞങ്ങൾക്ക് നീ ദുനിയാവിൽ ഹസനത്ത് തരണേ. ആ ചോദ്യത്തിൻ്റെ, ആ പ്രാർത്ഥനയുടെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ചോദിച്ചത് ഒരു പള്ളിയും ഒരു മദ്രസയാണെന്ന്. ദുനിയാവിലെ ഖൈർ എന്ന് പറയുന്നത് ഇബാദത്ത് എടുക്കാനുള്ള ഒരു പള്ളിയും ദീൻ പഠിക്കാനുള്ള സൗകര്യം, ഇത് രണ്ടുമാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അല്പം ഇറങ്ങി വന്നാലും നമ്മൾക്ക് എത്തിപ്പെട്ടാൽ റബ്ബിനെ മാത്രം ആരാധിക്കാവുന്ന, റബ്ബിനോട് മാത്രം വിളിച്ചു ദുആ ചെയ്യാൻ നമുക്ക് അനുവാദമുള്ള ഒരു ആരാധനാലയം റബ്ബിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കിട്ടിയ അൽഹംദുലില്ലാഹ് ഒരു മത പാഠശാലയും. ഇത് രണ്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പം ഇന്ന് നമ്മൾ എന്തിനാ അങ്ങനെ ഒരു ക്ലാസ് വെച്ചത്? നമുക്ക് ആർക്കും അറിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇത് നമ്മൾ പള്ളി എന്ന് പറയുന്നത് നമ്മൾ നോമ്പിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്ന ഈ സ്വാലിഹുകളായ സലഫു സ്വാലിഹുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന അവര് പലരും വിളിച്ചു പറയുമായിരുന്നു എന്നാണ്, ചെകുത്താനെ ഞങ്ങളെ കിട്ടൂല, ഞങ്ങൾ പള്ളിക്കലായിരിക്കും. ചെകുത്താനെ ഞങ്ങളെ കിട്ടൂല, ഞങ്ങൾ പള്ളിക്കലായിരിക്കും. പള്ളിയിൽ ഇരിക്കുമ്പോഴും നമ്മളെ കിട്ടൂല. കാരണം പള്ളിയിൽ ഇരുന്നാലും വേണമെങ്കിൽ ചെകുത്താൻ നമ്മളെ കൊണ്ടുപോകാം, എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവിടെ വായിക്കുക, ഓതുക, അല്ലെങ്കിൽ വിശ്രമിക്കുക. അപ്പൊ ഇങ്ങനെ പള്ളി എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലേക്ക് ഹൃദ്യമായി വന്നതിൻ്റെ അടിസ്ഥാനമാണ് ഇവിടെ കാണുന്ന ഈ സൗകര്യങ്ങളൊക്കെ. AC ഒക്കെ വെച്ച് നമ്മളെ വീടിനേക്കാൾ സൗകര്യപ്രദമാക്കി. മാത്രമല്ല, പള്ളിയാവുമ്പോൾ എല്ലാവർക്കും വന്ന് തണുപ്പ് കൊള്ളാം.
പുരയാവുമ്പോൾ നമ്മളെ വീട്ടിലേക്കൊന്നും അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റുമല്ലോ. അപ്പൊ ഈ തണുപ്പും ഈ തണുപ്പിന് പൈസ അടക്കുന്നതും ഒക്കെ നിങ്ങളാണ്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ഓർക്കുന്നത് ആത്മാർത്ഥതയെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത് ഒരു ഉപകരിക്കണമല്ലോ. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഞാൻ നമ്മുടെ ടൗണിൽ ഈ നബിദിനാഘോഷം അനിസ്ലാമികം എന്നൊരു പ്രഭാഷണം ഒരു 8-10 കൊല്ലം മുമ്പ് നടത്തിയത് ഇന്ന് ഓർമ്മ വന്നു. അതിലെങ്ങാണ് പാസ് ചെയ്ത് പോരുമ്പോൾ. അപ്പോൾ നമ്മൾ ദീർഘകാലം ആദർശവുമായി മല്ലിട്ടൊരു പ്രദേശമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആളുകൾ. നമുക്കിന്ന് അസറിന് തന്നെ എത്ര ആളുണ്ടെങ്കിൽ ജുമാക്ക് നിങ്ങൾക്ക് ഒരുപാട് ആളുണ്ടാവും. ജുമാക്ക് ഇവിടെ നിറയില്ലേ ഏകദേശം അല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ അതിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. ഒരിക്കലും ഒരു ഹജ്ജ് യാത്രക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ പിന്നെ ഒരു 10-100 ഹാജിമാരുണ്ടായി. അപ്പോൾ അവരെയും കൊണ്ട് ഇങ്ങനെ ഈ ഹറമിൻ്റെ ചുറ്റുഭാഗത്ത് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തും. അപ്പോൾ ഈ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കെ അവിടെ നിന്ന് ഒരു സ്ഥലം പരിചയപ്പെടുത്തി, ഇത് അബൂജഹലിൻ്റെ വീടാണ്, ഇപ്പം അത് ബാത്റൂമാണ്, ടോയ്ലറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഒരു ആജിക്ക അവിടുന്ന് പോരില്ല, മൂപ്പർ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ വിളിച്ചു, ഇങ്ങോട്ട് വരി, നമ്മളിനി മുത്തുനബിൻ്റെ വീട് കാണാൻ പോവുകയാണ്, ജനിച്ച വീട് കാണാൻ പോകും, ലൈബ്രറി. മൂപ്പർ അവിടെ തന്നെ നിന്നു. മൗലൈ ഇവിടെ വരിയെന്നാണ് എന്നോട് ചോദിച്ച്, ഇത് അബൂജഹലിൻ്റെ വീട് തന്നെയായിരുന്നു, നിങ്ങൾ സത്യമാണോ പറയുന്നത്? ആണ്. അത് കഅബന്നെയായിരുന്നു? കഅബന്നെയാണ്. ഇത് അബൂജഹലിൻ്റെ പുര തന്നെയായിരുന്നു? ആ. അത് കഅബന്നെയായിരുന്നു? ആ. എന്നിട്ട് എന്തായാലും മൂപ്പര് കെലിമല്ലതിന്, എന്നിട്ട് എന്തായാലും മൂപ്പർ കെലിമ ചെല്ലാൻ, വീട് ഇവിടെ ഹർമ്മ അവിടെ, എന്നിട്ട് മൂപ്പർക്ക് ഒന്നങ്ങ് ചെല്ലി എന്തൊരു സുഖം. ഞാൻ പറഞ്ഞു, കാക്കൂ ഇത് മഹല്ലിലായിട്ട് കാര്യമല്ല, അള്ളാന്റെ ഒരു തൗഫീഖ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് 2-3 വാക്കുകൾ കൂടിയതാ. പക്ഷെ അത് പറയാൻ അള്ളാഹു എഴുതി വെക്കണം. നിങ്ങളെ പേരെഴുതിയ കൂട്ടത്തിലുണ്ടാണ്, എന്നാലേ നിങ്ങൾക്ക് അത് ഉച്ചരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞതും വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ പറഞ്ഞതും. അതിന് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് തോന മുതലുണ്ടായിട്ട് കാര്യമില്ല, അതിന് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. അതിൽ നമ്മളുടെ ഹൃദയത്തിൽ അതിന് മാത്രമുള്ള വിശാലത തരണം. അതിനോളം മഹത്തരമായ വലിയൊരു ആദർശമാണ്. അപ്പൊ അതിൻ്റെ അൽ ഇഖ്ലാസു അഹമ്മു അഅമാലുൽ ഖുലൂബ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടിയാണ് കാര്യങ്ങൾ ആത്മാർത്ഥമാവുക, ഇഖ്ലാസ് ഉള്ളതാവുക. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ്, ഹിയ മിൻ ഉസൂലിൽ ഈമാൻ, വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇഖ്ലാസ് ആണ്. എന്താണ് ഇഖ്ലാസ്? ഹുവ മഹബ്ബത്തു ലില്ലാഹി വ റസൂലിഹി, അള്ളാഹിനോടും റസൂലിനോടും ഹുബ്ബ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹ് നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്, പരീക്ഷണം തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളത് സ്വീകരിക്കുക. പരീക്ഷണം തരുന്നു എന്നുള്ളത് അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നുള്ളതിന്റെ തെളിവല്ല, ഇഷ്ടമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, പ്രവാചകരെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് ആരാണ്? അപ്പോ റസൂല് പറഞ്ഞു, അള്ളാന്റെ പ്രവാചകന്മാർ. അപ്പൊ സഹാബികൾ ചോദിച്ചു, പ്രവാചകന്മാര് തെരഞ്ഞെടുത്തോലല്ലേ? എന്നിട്ടും അള്ളാഹു തെരഞ്ഞെടുത്തവർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം വരിക. അത് കഴിഞ്ഞിട്ട് സുമ്മൽ അംസലു ഫൽ അംസലു, അതേപോലുള്ള ആൾക്കാർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമുക്കൊന്നും ഒരു പരീക്ഷണവും ജീവിതത്തിൽ ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിപ്പോ ഇനി നേരെ സ്വർഗത്തേക്ക് അങ്ങോട്ട് പോകുന്നല്ല, നമുക്കൊരു പേടിയാണ്. അപ്പോ റബ്ബിനെ ഇഷ്ടപ്പെടുക, റബ്ബിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുക, വത്തവക്കുലു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക. നമ്മളിപ്പോ ഒരു കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഈ വിവാഹം ചൊവ്വിന് നടക്കാനും അത് നിലനിർത്താനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമ്മളെല്ലാവരും കൂടി ആമീൻ പറയും അല്ലെ? അല്ല, നമ്മളൊക്കെ അങ്ങനെ തീരുമാനിച്ച് കുറച്ച് പൈസയൊക്കെ കരുതി ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി അതിനുള്ള എല്ലാ ഇവന്റ് മാനേജ്മെന്റിനൊക്കെ ഏൽപ്പിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലൊന്നും വരുന്നത് കാണില്ല. എന്തേ? അപ്പൊ ആളുകളൊക്കെ അങ്ങോട്ട് പറയാം, കല്യാണമൊക്കെ ഗംഭീരായിരുന്നു കേട്ടോ, ഭയങ്കര കല്യാണമായിരുന്നു. അപ്പൊ അയാൾ ഇങ്ങനെ
അല്ലെന്ത്? ഒന്നുമില്ല, മോനും മോളും തമ്മിൽ തെറ്റി, അവള് പോയി. അപ്പൊ പിന്നെ ഈ ചോറും ഈ വെൽക്കം ഡ്രിങ്ക് ഒന്നും ഉപകാരപ്പെട്ടില്ലല്ലോ. അപ്പൊ റബ്ബിന്റെ ബർക്കത്ത് എന്തിലുണ്ടായാലുള്ളൂ അതിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുക. അതിനാവശ്യം എന്താണ്? റബ്ബിൽ ബരമേൽപ്പിക്കുക. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നവരും നന്ദി കാണിക്കുന്നവരുമാകണം. അലാ ഹുക്മിഹി, റബ്ബിന്റെ വിധിയിൽ. വൽ ഖൗഫു മിൻഹു, അവനെ പേടിക്കുന്നവരാകണം. വറജാഉ ലഹു, റബ്ബിനോട് പ്രതീക്ഷയുള്ളവരാകണം. റബ്ബ് പരിഹരിക്കും. ഒരു വർഷങ്ങൾക്ക് മുമ്പാണ്, സനാഉല്ലാഹ് മക്തി തങ്ങളുടെ ചരിത്രമാണ് എന്ന് തോന്നുന്നു പറയപ്പെടുന്നത്. ഇങ്ങനെ ഈ സംവാദങ്ങളൊക്കെ നടക്കും. അപ്പൊ നടന്ന സമയത്ത് ചില പുരോഹിതന്മാര് പറഞ്ഞു, ഇങ്ങളെ മുഹമ്മദ് നബി മരിച്ചോലെ ജീവിപ്പിച്ചിക്കണം, ഞങ്ങളെ ഈസാ നബി മരിച്ചോലെ ജീവിപ്പിച്ചിക്കണം, ഞങ്ങളെ യേശു മരിച്ചോലെ ജീവിപ്പിച്ചിക്കണം, നിങ്ങളെ മുഹമ്മദ് നബി എങ്ങനെയാണ് മരിച്ചോലെ ജീവിപ്പിച്ചിക്കണം എന്ന് പറഞ്ഞ് തർക്കായി. അപ്പോ സനാഉല്ലാഹ് മക്തി തങ്ങൾ പറഞ്ഞു, മയ്യത്ത് കൊണ്ടുവരും, ഞാൻ ജീവിപ്പിച്ചുതരാം. മയ്യത്ത് കൊണ്ടുവരണം, ഞാൻ ജീവിപ്പിച്ചുതരാം. അതിൽ കമ്മിറ്റിക്കാരൊക്കെ, റബ്ബേ ഇസ്ലാം തോൽക്കാൻ നിങ്ങളെന്ത് വിവരക്കേടാ പറയണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരവിടെ ഉറച്ചു. ഒരു മണിക്കൂറിനുള്ളിൽ മയ്യത്ത് കൊണ്ടുവരിക, എന്നിട്ട് ഞാൻ ജീവിപ്പിച്ചു തരാം എന്നും പറഞ്ഞ് ഇയാൾ അതങ്ങ് നിർത്തി. ഈ ഒരു മണിക്കൂർ മയ്യത്തും തെരഞ്ഞു നടന്നു. പറഞ്ഞോലൊക്കെ കളിയാക്കിയോലൊക്കെ 1 മണിക്കൂർ കഴിഞ്ഞ് മയ്യത്തെത്തിയില്ല. സനാഉല്ലാഹ് മക്തി ഞാൻ ജാതി വർത്താനം പറഞ്ഞ് വേദിക്ക് വരരുത്. പിന്നെ ആ നാട്ടിൽ മുഹമ്മദ് നബിനെ ആരും സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും കളിയാക്കിയിട്ടില്ല. കാരണം അപ്പോ ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിന്റെ ബലത്തിലാണ് പറഞ്ഞത്? അത് തഖ്വന്റെ ബലത്ത് പറഞ്ഞാണല്ലോ. അവിടെ അങ്ങനാണ്ട് പോലും മയ്യത്ത് കൊടുന്നാൽ ദീനുൽ ഇസ്ലാം പൊളിയാ, അള്ളാഹ് അക്കൂല. അതുകൊണ്ട് ഓർക്ക് മയ്യത്ത് കിട്ടൂല. ആ ധൈര്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് നോക്കിങ്ങള്. അപ്പോൾ അള്ളാഹുവിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു അതിൽ നമുക്ക് നന്മകൾ ഇങ്ങനെ തന്നോണ്ടിരിക്കും. 2, അൽ ഇൻസാനു അലാ സലാസത്തി ദറജാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഖുർആനിലെ ആയത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്മാർ 3 തരത്തിലുണ്ട്. ഏതാണ് മനുഷ്യന്മാർ? 3 തരത്തിൽ. ളാലിമുൽ ലിനഫ്സിഹി, തൻ്റെ മനസ്സിനോട് തന്നെ കുറ്റം ചെയ്യുന്നവരായ ആളുകൾ. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പാനോടോ ഉമ്മാനോടോ അയൽവാസികളോടോ ഒന്നുമല്ല. നമ്മളൊരു സ്വയം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയൽവാസികളോടല്ല, നമ്മളെ ഭാര്യനോടല്ല, നമ്മളെ ഉപ്പാനോടല്ല, മക്കളോടല്ല, ആരോടുമല്ല. ആരോടാണ് ആ തെറ്റ് ചെയ്യുന്നത്? നമ്മൾ മേലോട്ട് കിടന്ന് തുപ്പിയാൽ അത് ആരെയാണ് നമ്മൾ തുപ്പണത്? തിരിച്ച് നമ്മളെ തന്നെയല്ലേ. അതേപോലെ ഫമിൻഹും ളാലിമുൽ ലിനഫ്സിഹി, തിരിച്ചറിവ് കൊണ്ട് സ്വന്തം ആത്മാവിന് തന്നെ ഉപദ്രവം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. 2ാമത്തെ വിഭാഗം അൽ മുഖ്തസിദ് വമിൻഹും മുഖ്തസിദുൻ, ചില ആളുകൾ അതിൽ മിതത്വം പാലിക്കുന്നവരുണ്ട്. നമ്മൾ എന്റെ മനസ്സല്ലേ, അതിനിപ്പോ വല്ലാതെ ഗതിയെടുത്തണ്ട. എന്നാ ഇടക്കൊന്ന് ഗതിയെടുത്തു, ഇടക്കൊന്ന് വേണ്ടാത്തരം ചെയ്യും, ഇടക്ക് അത് വേണ്ടാത്തരം ചെയ്യൂല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ 3ാമത്തേത് അസ്സാബിഖുൽ ഖൈറാത്ത്, നന്മയിൽ മുൻകടക്കുന്നവരായിരിക്കും. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെ നന്മയിൽ മുൻകടക്കുന്നവരായ ആളുകൾ. എന്തിനും ഒരു മുന്നിലുണ്ടാകുക. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോ നമുക്ക് തോന്നും എന്നാ അങ്ങനെ ആക്കായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു അല്ലെ. ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഒരു കാര്യം, ഒരു ഇഫ്താർ അല്ലെങ്കിൽ ഒരു കാര്യം, അപ്പൊ അതില് നമ്മള് സംഗമിക്കാം. ആ സംഗമിക്കുന്നതിൽ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കും. എന്തായിരുന്നു നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് സാമ്പത്തികമായൊക്കെ ചെയ്യണം എന്ന് പറയും. അപ്പൊ തന്നെ ഒരു 5-8 ആള് വേഗം പറയും അല്ലെ, ഒരു 5000 രൂപ, ഒരു 10 അല്ലെങ്കിൽ ഒരു 6. അതൊന്നും ആലോചിച്ചിട്ടല്ല. അങ്ങനെ എന്ത് കാര്യത്തിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചു, അയാളെ പെട്ടെന്ന് എടുത്തു വെക്കാനൊക്കെ പെട്ടെന്ന് കുറെ ആലോചിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്.
ആ ആ ശരിയാട്ടോ. പിന്നെ ചിലരെന്ത് ചെയ്യില്ല, ഒന്നിനും കൂടിയിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നെ ഓൽക്ക് മനസ്സിൽ തോന്നും ഞാനതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതിൽ ആരാ വിജയിച്ചത്? ആദ്യം വന്നവരാണ്. അപ്പോ അൽ മുഖ്ലിസു അൻ യകൂന സുകൂനഹു വഹറകതുഹു ലില്ലാഹി തആല ഖാസ. ഈ പെട്ടെന്ന് എന്തിനും കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകണോ ഓനൊരു ഭാഗ്യവാനാണെന്നാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഞാനും കൂടേണ്ടതായിരുന്നു, ഞാനും പറയേണ്ടതായിരുന്നു അല്ലേ, എന്നായിക്കോട്ടെ ഞാനും പറയാം. അവനെ കൊണ്ട് ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ ആവശ്യം എന്താണ്? അവന്റെ ചലനവും അവന്റെ നിശ്ചലാവസ്ഥയുമൊക്കെ ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടിയാണ്. ഖാസത്തൻ, പ്രത്യേകമായി. ഇപ്പൊ നമ്മളെ പെരിയില് എല്ലാരും കൂടി ഒരു ലഹള നടക്കുകയാണ്, ചെറിയൊരു ലഹള. ഉമ്മയും മക്കളും ഒക്കെപ്പാടെ ഒച്ചയമ്പിളി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് നമ്മൾ തൊള്ള തുറന്നാൽ ചിലപ്പോൾ അവിടെ ബോംബ് പൊട്ടും. കാരണം ബാപ്പ എന്തോ ചെയ്യോ, ബാപ്പ വല്ല പട്ടിയെ കണ്ടെടുത്ത് തല്ലുവോ എന്ന് കോൽക്കന്നെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ചൊരു കസേരയിൽ ഇരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ ചോദിക്കും എന്താ ബാപ്പ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? ഞാനൂടി ഇവിടുന്ന് നീച്ചാൽ ഇവിടുത്തെ കഥ സ്ഥിതി മാറും. അപ്പൊ നമ്മൾ ഇരിക്കണം എന്നാണ്. നമ്മൾ ദേഷ്യം വരുമ്പോ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കണം. ഇരിക്കണ നേരത്തെ നമ്മൾ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ കിടക്കണം എന്നാ നിയമം. എന്നിട്ടും ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ ഒതുണ്ടാക്കണം. എന്നിട്ടും നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഒരു കുടം വെള്ളം തലയെ കൂടി വയ്ക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹബത്ത് ചോദിച്ചു, റസൂലേ ഇതെന്താ ഈ കീപ്പെട്ട് പോണേ? അപ്പൊ റസൂലുള്ളാഹി പറയണേ, വിവേകം റബ്ബിൽ നിന്നാണ്, ക്ഷമ റബ്ബിൽ നിന്നാണ്, കോപം ചെകുത്താനിൽ നിന്നാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ചെകുത്താനെ ദേഷ്യം വരുമ്പോ ചെകുത്താനെ സഹായിക്കാൻ നിൽക്കരുത്. ചെകുത്താനെ സഹായിക്കുകയാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കീപ്പോട്ട് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വീട്ടില് ഇങ്ങനെ റസൂലുള്ള അകത്താണ്, ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തിരിക്കുക. അപ്പൊ ഒരു മനുഷ്യൻ വന്നു, മദ്യപാനിയായ ഒരു മനുഷ്യനും കൂടിയാണെന്ന് തോന്നിപ്പോകുന്ന ഒരാൾ. അയാൾ അങ്ങനെ ആടി വീട്ടിലെത്തി. ആയിഷ റളിയല്ലാഹു അൻഹ അകത്തു പോയി റസൂലുള്ളാഹിനെ വിളിച്ചു. റസൂലുള്ള പറഞ്ഞു, റസൂലുള്ളാഹി ചോദിച്ചു ആരാന്നറിയല്ലോ, ഒരാൾ ആടിക്കഴിഞ്ഞു തങ്ങളെ തെരഞ്ഞു വന്നിക്കണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള വേഗം അയാളെ വിളിച്ച് റസൂലിന്റെ വീടിന്റെ തിണ്ടത്തിരുത്തി അയാളെ തോളിൽ പിടിച്ച് കുറെ നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ആ വൃദ്ധൻ പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചെറിയൊരു അതൃപ്തി ആയിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹക്ക്, നിങ്ങൾ എന്താ ഈ കള്ളുടിയന്മാരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ ഒരു ബന്ധം? കുറെ നേരം ലോകിയൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇജ്ജെന്തിനാടി ചെകുത്താനെ സഹായിക്കണേ? ഒരാൾ തിന്മ ചെയ്താൽ അയാളെ ഒഴിവാക്കി വിട്ടാൽ അയാളെ നമ്മൾ ചെകുത്താന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. നേരെ മറിച്ച് ഞാൻ അയാളെ കൂട്ടിപ്പിടിച്ചാൽ ഞാൻ അള്ളാന്റെ മാർഗത്തേക്ക് ക്ഷണിക്കുകയാണ്. അത് ശിർക്കായിരുന്നാലും മറ്റുള്ള ബിദ്അത്തായിരുന്നാലും തിന്മയായിരുന്നാലും കള്ളുകുടിയായാലും വ്യഭിചാരമായാലും ഓരെ ചൂണ്ടിക്കൊണ്ട് അവരങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കലല്ല ഒരു മുഅ്മിന്റെ ബാധ്യത. കാരണം നമ്മൾ റബ്ബിന്റെ മാർഗത്തിലാണ് അല്ലേ? നമ്മളിപ്പോ ഒരു ഇലക്ഷന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ വോട്ട് ചോദിക്കാൻ, അത് കള്ളുടിയന്റെ പേരാണ് അവിടെ പോണ്ടാന്ന് പറയോ? അത് വ്യഭിചരിക്കുന്ന ആളെ പേരാണ് അവിടെ പോണ്ടാന്ന് അറിയില്ല. ഒരു വോട്ടല്ലേ, അത് ആർദാച്ചാ കിട്ടട്ടെ. ദീനിന്റെ കാര്യത്തിൽ ഇതുപോലെ നമുക്ക് വേണമെന്ന. കാരണം നമ്മൾ എത്തിപ്പെടുന്നത് മൂന്നാമത്തത് മൻസിലത്തുൽ ഇഖ്ലാസ്. നമ്മൾ പുലർത്തുന്ന ഇഖ്ലാസിന്റെ മർത്തബകൾ എന്താണ്? ഹഖീഖത്തുദ്ദീൻ, മതം നേരെ ചൊവ്വേ മനസ്സിലാക്കാനുള്ള ബാധ്യത കിട്ടും. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കും. നമ്മളൊക്കെ റമളാനിൽ മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരാണ് അല്ല. എന്നാൽ സമൂഹത്തിൽ അങ്ങനെയല്ലേ? സമൂഹത്തിൽ റമളാനിൽ മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരായിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതായത് നിസ്കാരം എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ലക്ഷണമാണെന്നും നിസ്കരിക്കാതിരുന്നാൽ ഞാൻ കാഫറായി പോകുമെന്നും അറിയായിട്ടാണോ? അല്ല, അതൊക്കെ അത്രയൊക്കെ മതി എന്നാണ്. അത്രയൊക്കെ മതി. എന്നാ ഭക്ഷണത്തിൽ നമ്മൾ അങ്ങനെയാണോ? ഭക്ഷണത്തിൽ അത്രയൊക്കെ മതി പറയോ? എല്ലാം ഇടും അല്ലേ? നമ്മളൊരു വീട് കേട്ട് അത്രയൊക്കെ മതി എന്നാണോ? അല്ല. അപ്പൊ ഭൗതികതയിൽ അത്ര മതി എന്നും
വിചാരിക്കോ? ഇല്ല. ഭൗതികതയെ എല്ലാം പൂർത്തീകരിക്കണമെന്നും ദീനിൽ അത്രയൊക്കെ മതി എന്നും പറയുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മളുടെ ദീനിന് അപാകത വരുന്നു എന്നാണ്. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടായാൽ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഇഷ്ടം കൂടും. രണ്ടാമത്തേത് ലിഖബൂലിൽ അമലി വാജിബുൻ അൽ ഇഖ്ലാസ്. നമ്മളുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ ഇഖ്ലാസ് അനിവാര്യമാണ്. നമ്മുടെ മനസ്സിൽ, നമ്മളെ ഹൃദയത്തിൽ നിന്ന് നല്ല ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴുള്ളൂ നമ്മളെ ഇബാദത്ത് സ്വീകരിക്കുക. ഞാൻ നമ്മളെ ചാവക്കാട് വഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ അങ്ങാടി തന്നെ ഒരു പള്ളി, അപ്പൊ ഒരു കുറച്ച് മുമ്പാണ്. അപ്പൊ ആ പള്ളിയിൽ അപ്പുറം റോഡ് ഉണ്ടായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി നമുക്ക് നിസ്കരിക്കാൻ സൗകര്യം കിട്ടും. അങ്ങനെ അവിടെ കയറി. അപ്പോൾ ഒരാൾ ഒളുണ്ടാക്കി നേരത്തെ കയറിക്കണം. അപ്പൊ ഞാൻ അയാളെ തുടരാൻ വേണ്ടി ഒളുണ്ടാക്കി ഇങ്ങനെ ചെന്നു. ഇയാൾ തെക്കുബീർ ഇങ്ങനെ ഒരുങ്ങും, പിന്നെ ഇങ്ങനെ താത്തും. അത് കഴിഞ്ഞ് വീണ്ടും ഇയാള് അല്ലാഹു അക്ബർ ഒരുങ്ങിയിട്ട് കെട്ടൂല. ഞാൻ 3-4 വട്ടമായപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇങ്ങനെ തോന്നി നിസ്കരിച്ചൂലേ എന്ന് ചോദിച്ചാൽ എന്നോട് നിസ്കരിക്കൂ. പിന്നെന്താ നിങ്ങൾ? അത് ഞാൻ പുതുമുസ്ലിമാണ്, അപ്പോൾ റബ്ബായിട്ടുള്ള കണക്ഷൻ റെഡിയായി കിട്ടിയിട്ട് തുടങ്ങാന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ച മൂപ്പര് റബ്ബായിട്ടുള്ള കണക്ഷൻ കിട്ടാൻ കഥ നമ്മൾ തക്ബീറട്ടി സലാം വീട്ടിയിട്ടാ പിന്നെ നമ്മൾ നിസ്കരിച്ചതായിരുന്നു. ആ റബ്ബ് മാണി സ്വീകരിച്ചോട്ടെ, ഇല്ലേ ഇപ്പൊ വലിയ ബേജാറൊന്നുമില്ല എന്നുള്ള. പക്ഷെ ആ മനുഷ്യനെ എവിടുന്നല്ല ദീൻ പഠിച്ചിട്ട് റബ്ബായിട്ടുള്ള കണക്ഷനിട്ട് റെഡിയാക്കിയിട്ട് ആണ് ഇബാദത്ത് തുടങ്ങാനാണ്. അപ്പോ റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, നമ്മളൊക്കെ കേട്ടു പരിചയമുള്ളതാണ്. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണവും ജീവിതവും തന്നവനാണ് റബ്ബ്. എന്തിനാണ്? നല്ലതാരാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ. നമുക്ക് ചീത്ത ചെയ്യാം, നല്ല സ്വാതന്ത്ര്യമുണ്ട്. മലക്കൊക്കെ ആ സ്വാതന്ത്ര്യമല്ല. പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരാകുകയാണ്. തിന്മ ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ 50 ഇരട്ടി പുണ്യം കാസർഗോഡ് അണങ്കോടിലെ ആൾക്കാർക്ക് കിട്ടും. 50 ഇരട്ടി പുണ്യങ്ങൾക്ക്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടണ? നിങ്ങൾ നബീനെ കണ്ടിക്കണോ? ഇല്ല. നിങ്ങൾ നബിയിൽ വിശ്വസിക്കണില്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? കേട്ടീന്റെ അടിസ്ഥാനത്തിലാണ്. എവിടുന്ന് കേട്ടെ? ഖുർആൻ കേട്ടീന്റെ, ഹദീസ് കേട്ടീന്റെ. റസൂലുള്ള പറയാണ് സഹാബികളോട്, നിങ്ങളെക്കാൾ 50 ഇരട്ടി പുണ്യമുള്ള ഒരു ഉമ്മത്ത് ഇവിടെ അവസാനത്തിൽ വരും. റസൂലേ, എന്താണ് അവർക്ക് അങ്ങനെ പരിഗണന കൊടുക്കുന്നത്? റസൂലുള്ള പറഞ്ഞു, അവരെന്നെ കണ്ടിട്ടുണ്ടാവില്ല, എന്നാൽ കണ്ട് വിശ്വസിച്ച നിങ്ങളെപ്പോലെ അവർ വിശ്വസിക്കും. ഞാൻ ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേട്ടില്ലേ, എന്നാൽ അവർ എന്നിൽ നിന്ന് ഖുർആൻ കേട്ടിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവരാ ഖുർആനിനെ വിശ്വസിക്കും. അതുകൊണ്ട് അല്ലാഹു അവർക്ക് കാഴ്ച കൊണ്ട്, കണ്ടുകൊണ്ടല്ല അവർ വിശ്വസിക്കുന്നത്, കേട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു അവർക്ക് 50 ഇരട്ടി പുണ്യം നൽകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷ എന്താ? റബ്ബ് നമ്മളിപ്പോ ഒരു നോമ്പ് നോറ്റാൽ, ഇന്നത്തെ ഒരു നോമ്പല്ല, എന്നാ 6ാമത്തെ നോമ്പാ. നിങ്ങൾക്ക് എത്ര നോമ്പായി അറിയങ്ങള്? 60 നോമ്പായി. ഒരു നോമ്പ് 10 നോമ്പാണ്. അങ്ങനെ 30 നോമ്പ് നോറ്റാൽ നമുക്ക് എത്ര നോമ്പായി മക്കളെ? 30 നോമ്പ് നോറ്റാൽ നമുക്ക് അപ്പം എത്ര നോമ്പായി? 300 അല്ലേ? പിന്നെ ഒരു കൊല്ലത്തിന് എത്ര ബാക്കിയുണ്ട്? ഒരു കൊല്ലത്തിന് എത്ര ദിവസം ബാക്കി ഉണ്ടാവും? 65 അല്ലെ? ശരാശരി 60 അല്ലെ? അതിന് എത്ര നോമ്പും കൂടി കിട്ടണം? ഒരു 60 നോമ്പ് കിട്ടണമെങ്കിൽ 6 നോമ്പ്. അങ്ങനെ ഒരു നോമ്പ് കിട്ടണം. നിങ്ങൾ കേട്ടണോ? 6 നോമ്പ് പറഞ്ഞ നോമ്പ് കേട്ടിക്കണം ഇല്ലേ? 6 നോമ്പ് അതെപ്പോഴെടുക്കല്? അതായത് പരിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട് പൂർണ്ണതക്ക്. അപ്പൊ റസൂലുള്ള പറയാ, 6 നോമ്പ് കൂടി നോറ്റാൽ ഒരു കൊല്ലം നോമ്പ് നോറ്റവന്റെ പുണ്യം. അപ്പൊ ഒരു നോമ്പ് നോറ്റവന്റെ ഒരു വർഷം നോമ്പ് നോറ്റവന്റെ പുണ്യം കിട്ടുന്നത് ഇതും അതുമൊക്കെ കൂട്ടിയിട്ടാണ്. അപ്പൊ ഒരു നോമ്പല്ല, 60 നോമ്പ് നമ്മൾ. ചിലര് 90 നോമ്പ് നോറ്റ് കാണും. കാരണം എന്താ? 30 ആളെ നോമ്പ് തുറപ്പിച്ച് കാണും. ചിലർ 120 നോമ്പ് നോറ്റ് കാണും. അത് പിന്നെ നമ്മളുടെ കപ്പാസിറ്റിയും കഴിവും അതോടൊപ്പം തന്നെ നമ്മളുടെ സമ്പത്തൊക്കെ നോക്കിയിട്ട് കുറെ ആളെ നോമ്പ് തുറപ്പിക്കാം. അപ്പോൾ ആ നോമ്പ് കൂടും. അഹ്സനു അമലാ, നല്ല കാര്യം ചെയ്യുന്നവൻ എന്ന് ഖുർആൻ പറഞ്ഞത് അഖ്ലസഹു വ അസ്വബഹു, ഇഖ്ലാസ് ഉള്ളതാവുകയും
വഅസ്വബഹു ശരിയാക്കുകയും ചെയ്തവൻ എന്നാണ്. നോമ്പ് നോൽക്കുമ്പോൾ ഇഖ്ലാസോടുകൂടെ, നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടെ, ഓതുമ്പോൾ ഇഖ്ലാസോടുകൂടെ, ദീനിയായ എന്ത് കാര്യവും ഇഖ്ലാസോടുകൂടെ, മദ്രസയിൽ പോണത് ഇഖ്ലാസോടുകൂടി, മദ്രസയിൽ ഇരുന്ന് പഠിക്കുന്നത് ഇഖ്ലാസ് കൊണ്ട്, ഉസ്താദിനെ പേടിച്ചിട്ടോ വാപ്പാനെ പേടിച്ചിട്ടോ അല്ല, അങ്ങനെ ഓരോന്നിനും ഇഖ്ലാസ്. അയിൽ ഖാലിസു അയ്യകൂന ലില്ലാഹ്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന് വേണ്ടിയാവുക, അല്ലാഹുവിന് വേണ്ടിയാവുക. വസ്സവാബു ശരിയാവുക എന്ന് പറഞ്ഞാൽ അയ്യകൂന അലസ്സുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാവുകയും വേണം. നമ്മളിപ്പോ നോമ്പ് നോൽക്കുന്നു, നമ്മൾ അത്താഴത്തിന് മുമ്പൊക്കെ എഴുന്നേറ്റിരുന്നത് എപ്പോഴായിരുന്നു? രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് 1 മണിയാവുമ്പോ ചോറ് കഴിച്ച് കിടക്കലായിരുന്നു, ഭക്ഷണം കഴിച്ച് കിടക്കലായിരുന്നു. പിന്നെ സുബഹിയൊന്നും ഉണ്ടാവൂലായിരുന്നു, അങ്ങനെ ഒരു 6 മണിയാവുമ്പോ ഉണരലായിരുന്നു. പിന്നെന്തായി? റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ത്? അത്താഴത്തിന് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 50 ആയത്ത് ഓതുമ്പോഴേക്ക് സുബഹി ബാങ്ക് കൊടുക്കുകയായിരുന്നു എന്ന് നമ്മുടെ നാട്ടിലൊക്കെ ക്ലാസ്സുകളും വെള്ളം കേട്ടു. അപ്പൊ എന്തായി? എല്ലാരും ഒരു 4 മണിക്ക് അലാറം വെക്കൽ തുടങ്ങി. 4 മണിക്ക് എന്താ? സുന്നത്ത് അങ്ങനെയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് 4:30 ആവുമ്പോ കഴിയുമ്പോ നമ്മൾ എന്തുകൊണ്ട് അവസാനിപ്പിക്കും? ഈത്തപ്പഴം, കാരക്ക കൊണ്ട് അത്താഴം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും പുണ്യകരം. റസൂല പറഞ്ഞിട്ട് അത്താഴത്തിന് ബർക്കത്തുള്ള പിന്നെ കാരക്ക എത്ര സുന്ദരം, എത്ര നല്ല അത്താഴം എന്ന് റസൂല പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് പിന്നെ അത്താഴമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോ നമ്മൾ വെറുതെ ഇരിക്കൂല. കിടക്കാൻ പോയാല് കിടക്കണ റൂമിക്ക് പോയോ പിന്നെ ഒന്നുമില്ല, ആ തുമ്പ വലാവാലാന്ന് എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ പറയും. ഒരു തുമ്പും പാലും കിട്ടൂല, സുബഹി മറക്കൂ, ക്ഷീണം കൂടും. കിടന്നാൽ നമ്മൾ ക്ഷീണം കൂടും അല്ലേ? നമ്മൾ ഈ പ്രായമായ ആളുകൾ കിടന്നുറങ്ങണിയിലേറെ പോലെ എങ്ങനെയാ ഉറങ്ങാറ്? ഞങ്ങള് വല്ലാണ്ട പ്രായമായാല് നിങ്ങൾ കിടന്നോളി എന്ന് പറഞ്ഞാൽ ഒരു കിടക്കൂല. അതുപോലെ എങ്ങനെയാ ഉറങ്ങുക? നിങ്ങൾ പറയും ഇരുന്നാ ഉറങ്ങുക. എന്താ കാരണം? നിങ്ങൾ ഇരുന്നുറങ്ങുമ്പോ ആ ഉറക്കിന്റെ ക്ഷീണം പോവും, എന്നാലോ ഉറക്കത്തിൻ്റെതായ ഒരു വല്ലാത്ത ക്ഷീണം വരൂല. മറ്റേത് ഇരുന്നുറങ്ങുമ്പോ വല്ലാതെ ക്ഷീണം വന്നാൽ കിടക്കാം, കടന്നിട്ട് ക്ഷീണം വന്നാൽ എന്താ കേട്ടോ ഉരുളിയേ, വേറൊരു പരിഹാരം ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ സുബൈക്കിന്റെ ബാങ്കിന്റെ മുമ്പ് അത്താഴം കഴിച്ചിട്ട് കിടക്കരുത്, ഇരിക്കുക. ആ ഇരിക്കുമ്പോ 50 ആയത്ത് ഓതിയാൽ പിന്നെ ഒരു 50 ആയത്ത് വൈകുന്നേരം ആവുമ്പോഴേക്ക് പൂർത്തിയാക്കിയാൽ അണങ്കൂറുള്ള നിങ്ങളുടെ പേരെന്താണെന്നറിയോ? മുത്തഖി എന്ന് മാത്രമല്ല ഖാനിത്ത് എന്നാണ്. ഒരു ദിവസം 100 ആയത്തെങ്കിലും ഒരാൾ ഓതിയാൽ അവൻ്റെതായ മർത്തബ ഖാനിത്ത് എന്നാണ്. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ ഭക്തൻ എന്നാണ് അർത്ഥം. അങ്ങേയറ്റത്തെ ഭക്തൻ. ആൾക്കാരെ ബോധ്യപ്പെടുത്താനല്ല, നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ, അള്ളാന്റെ അടുത്ത് ശ്രേഷ്ഠനാകാൻ. അതിന്റെ ദറജകൾ എന്തൊക്കെയാണ്? തസ്കിയത്തും മിനല്ലാഹ്. നമ്മളുടെ ഇഖ്ലാസ് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ സംസ്കരണത്തിന് നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. നമ്മളൊക്കെ അല്ലേ അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വൃത്തികെട്ട സ്വഭാവമുള്ള ആളായിരുന്നു അല്ലേ? എത്ര അടി കൂടുക, അങ്ങാടിയിൽ അടി ഉണ്ടാക്കുക, ആൾക്കാരെ ഉപദ്രവിക്കുക, അടിമകളെ കണ്ടാൽ അടിക്കുക, ചങ്ങലക്കിട്ട് വലിക്കുക. അങ്ങനത്തെ ഒരു മനുഷ്യനെ ലോകം ഇന്ന് പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഒരു ഭരണം ഇന്ത്യയിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് ഉമർ ഖത്താബിൻ്റെതാകുമായിരുന്നു എന്നാണ്. അപ്പൊ അത്രത്തോളം ഓർക്കാൻ കാരണം എന്താ? അദ്ദേഹത്തിന്റെ മാറ്റമാണ്. എന്ത് മാറ്റമാണ്? സ്വഭാവ മാറ്റമാണ്. ആ സ്വഭാവത്തിന്റെ മാറ്റം എങ്ങനെയാണ്? റബ്ബ് അങ്ങനെ ആക്കിയത് കൊണ്ടാണ്. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല വാക്ക്, നല്ല നാക്ക്, എല്ലാവരോടും നല്ല സൗഹൃദം. ഒരു ആന വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആന ചവിട്ടും. ഒരു പാമ്പ് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പാമ്പ് കൊത്തും. ഒരു പുലി വരികയാണെങ്കിൽ മനസ്സിലാക്കാം പുലി മാന്തും. ഒരു പോത്ത് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുത്തും. പക്ഷെ ഒരു മകൻ വരികയാണെങ്കിൽ ഓൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല. മകൻ ചിലപ്പോ കുത്തിന്ന് വരും, ചിലപ്പോ ചവിട്ടിന്ന് വരും, ചിലപ്പോ ഒന്നായിട്ട് മാന്തിന്ന് വരും. ഒരു 5-8 മൃഗം എന്തൊക്കെ ചെയ്യോ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ വൃത്തികെട്ടവനായാൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. നാട്ടുകാർക്ക് ദോഷം, വീട്ടുകാർക്ക് ദോഷം, ഒക്കെ. ഒരു ഇന്നലെ ഒരു കുടുംബനാഥൻ ആത്മഹത്യ ചെയ്തു. നല്ലൊരു മനുഷ്യൻ,
നല്ലൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യനെ സ്വർണം കട്ട കേസിൽ, സ്വർണം ബസ്സിൽ ഒരു കുട്ടിൻ്റേത് മാലമോഷണ കേസിൽ പ്രതിയായി ആ സഹോദരിയെ ജയിലിലടച്ചു. അപ്പോൾ അദ്ദേഹം നോമ്പുകാരനൊക്കെയാണ്. അദ്ദേഹം റോട്ടിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ അപ്പം ചെയിന് കട്ട് കിടക്കുകയല്ലേ, അത് ആ വിഷമത്തിൽ അയാൾ കുട്ടിനെ വീട്ടിലാക്കിയിട്ട് അയാൾ പോയി ആത്മഹത്യ ചെയ്തു. ചിന്തിച്ചോ നിങ്ങൾ? അപ്പോ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊക്കെ ചിലപ്പോൾ വിഷമാവും. അപ്പോ നമ്മൾ എന്താ, വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹുവിന്റെ പരിഗണനയും അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരാളും നന്നാകുമായിരുന്നില്ല. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. എന്നാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അല്ലാഹു സംസ്കരിക്കുന്നത്. നമ്മൾ സംസ്കരിക്കപ്പെട്ടാൽ അതിന്റെ ഗുണം ആർക്കാ? നമുക്കാണ്. ഇപ്പോ നമ്മൾ ഒരു ദുസ്വഭാവിയായാൽ, ഇപ്പോ ഒരു സഹോദരിയെ കണ്ടു. അദ്ദേഹം ഒരു 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു സുന്ദരിയായ ഒരു വീട്ടമ്മ, 4 മക്കളുണ്ട് ആ സ്ത്രീയുടെ കൂടെ. ഞാൻ അറിയുന്നൊരു സഹോദരി ആയതുകൊണ്ടാണ്. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? മാഷേ, അതൊന്നും ഇപ്പൊ പറയണ്ട, എൻ്റെ ഭർത്താവ് ലഹരി ഉപയോഗിച്ച് അടിമയായി ഞങ്ങളാകെ ബുദ്ധിമുട്ടി പട്ടിണിയായി, അങ്ങനെ അവസാനം ഡൈവേഴ്സ് വാങ്ങിയേക്കാണ്. എന്താണ് ചെയ്യുക? എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഓരോ വീട്ടിലും ഇങ്ങനെ വീട്ടുജോലി ചെയ്തിട്ട് ഈ മക്കളെ പോറ്റാണ്. അപ്പോ ചികിത്സിച്ചില്ലേ, 24 ലക്ഷത്തോളം ഉറുപ്പ്യ ചെലവാക്കി പലപ്പോഴും ചികിത്സിച്ച് സുഖമായി വീട്ടിൽ വരും. എവിടുന്നോ ലഹരി കിട്ടും, അത് വലിക്കും, വീണ്ടും പഴയ സ്വഭാവവും, തല്ലും, ഉപദ്രവിക്കും. അവസാനം മഹല്ല് കമ്മിറ്റി ഒക്കെ ഇടപെട്ടിട്ടും ശരിയായില്ല. അയാൾക്കും തന്നെ സ്നേഹമുണ്ട് എന്നോട്, പക്ഷെ എന്താ കാട്ടുന്ന, ലഹരിക്ക് അടിമയായില്ലേ. നോക്കിങ്ങള്, ഞാൻ കേട് തരാൻ വിചാരിച്ചത് ആദ്യം ഞാനാണ്. പിന്നെ ഞാൻ നന്നാകാൻ വിചാരിച്ചിട്ടും കാര്യമില്ല, നന്നാവൂല. അതുകൊണ്ടാണ് ഹിദായത്ത് അള്ളാ തന്നത് നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ അത് കിട്ടാൻ നിങ്ങളെ ഹൈവേയിൽ വൈദ്യത്യമായിരിക്കും. ഹൈവേയിൽ നമ്മൾ എക്സിറ്റ് ഇറങ്ങേണ്ടത് അങ്ങനെ വർത്താനം പറഞ്ഞാൽ പോയാൽ പിന്നെ എക്സിറ്റ് ഇറങ്ങണമെങ്കിൽ ഒരുപാട് ദൂരം പോയിട്ട് ഇറങ്ങണം. അതുപോലെ നമ്മൾ തൗഹീദിലും അധിഷ്ഠിതമായിട്ട് സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും വഴിയിലൂടെ ലഹരി കൂടിയോ വേണ്ടാത്തടത്ത് കൂടി കയറിയാൽ പിന്നെ അള്ളാഹ് നമ്മളെ ഈ വഴി നമുക്ക് കാണിച്ചു തരൂല. അതുകൊണ്ട് നമ്മൾ നല്ലവരാവുക. രണ്ടാമത്തേത് ഖജ്ലു മിനൽ അമലിൽ ഖബീസ്. നമുക്ക് ഇഖ്ലാസ് ഉണ്ടായാൽ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് ലജ്ജ തോന്നും. തെറ്റായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. എന്താണ്, എങ്ങനെയാണ് ലജ്ജ? അത് ഞാൻ ചെയ്യാൻ പാടില്ല, ആ കൂട്ടത്തിൽ ഞാൻ ഇരിക്കാൻ പാടില്ല, അവിടെ എന്താ ഒരു ഗാങ്, എന്തോ ഒരു വൃത്തിയിട്ട, അങ്ങോട്ട് ഞാൻ പോകാൻ പാടില്ല, അവിടെ എന്തോ ഒരു പാട്ടും കൂത്തും അച്ചിപുളിയൊക്കെ നടക്കണം, അങ്ങോട്ടൊന്ന് പോയി നോക്കുക. അല്ല മോനെ, അതൊക്കെ അനാവശ്യ കാര്യങ്ങളാണ്, നമ്മളതിലൊന്നും ഇടപെടാൻ പാടില്ല. എന്താ കാരണം? അങ്ങനത്തേലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ട് നമ്മൾ പോവുക. ഒരാൾ നല്ല തേൻ കൊടുന്നു, നല്ല തേന്, അത് നല്ല കുപ്പിയിൽ വെച്ച് അങ്ങനെ റേഷൻ പിടിയെന്ന് 500 മണ്ണെണ്ണ കിട്ടി. ആ മണ്ണെണ്ണ ഈ ഒരു കുപ്പി തുറന്നിട്ട്, ഇത് മണ്ണെണ്ണ കുപ്പി എന്ന് ഇത് പാര ഒരുങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ആ ഇത് എന്തിനേലും പറ്റുമോ? ഇല്ല. നമ്മൾ എത്ര നല്ലതുണ്ടാക്കി കഴിഞ്ഞാലും അതിക്കൊരു ചെറിയ തിന്മ വന്നാൽ മതി, പിന്നെ ആ നന്മ ഒന്നിനും പറ്റൂല. അതുകൊണ്ട് വല്ലദീന യുഅ്തൂന മാ ആതു വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഇഖ്ലാസ് ഉള്ളവൻ അല്ലാഹു കൊടുത്തതിൽ നിന്ന് ചെലവാക്കും. യുഅ്തൂന മാ ആതു, കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കും. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം വിറക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഞങ്ങൾ റബ്ബിന്റെ അടുക്കലേക്കാണ് മടങ്ങി ചെല്ലുന്നതെന്നോർത്തുകൊണ്ട് അവരുടെ ഭക്തി കാരണം ഹൃദയം വിറക്കും. എന്താണത്? അൽ ഇഖ്ലാസ്, നമ്മളുടെ നിഷ്കളങ്കതയാണ്. എപ്പോഴാണ് നാട്ടിൽ തിന്മ
എന്താണ് ചെയ്യണത്, നാട്ടിലൊക്കെ തിന്മയാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. നമ്മുടെ സുഹൃത്തിൻ്റെ കുട്ടി, ആ കുട്ടി ഒളിച്ചോടി സ്കൂളിൽ നിന്ന്, അല്ലാഹുവേ എന്താണ് ഈ കേൾക്കണത്? ഒരാളുടെ ഭാര്യ, ആ ഭാര്യ എന്തോ ഒരു അപകടത്തിൽ പെട്ടു, പഠിച്ചോനെ എന്താണ് ഞാൻ ഈ കേൾക്കണത് അല്ലേ? നമുക്ക് എന്ത് വിഷമമുള്ള വാർത്ത കേൾക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ സങ്കടം വരും. ഇത് ഇഖ്ലാസ് ഇല്ലെങ്കിൽ നമ്മൾ കേട്ടോ അവന്റെ പെണ്ണുങ്ങളല്ലേ, അവന്റെ കുട്ടികളല്ല, അങ്ങനെ ഇപ്പൊ നാട്ടില് എന്തൊക്കെ നടക്കണ്ട, അതൊക്കെ നടക്കുക എന്നല്ലാതെ ഞാനല്ലല്ലോ. അവസാനം നമ്മളും പൊട്ടുപോയ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോ തെറ്റായ വാർത്തകളും തോന്നിവാസ വാർത്തകളും ഒക്കെ കേൾക്കുമ്പോ, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുമ്പോ ഹൃദയം പടക്കും. അതുപോലെയുള്ള കാര്യങ്ങളോട് അകലം പാലിക്കുകയും ചെയ്യും. മൂന്നാമത്തേത് അൽ ഇഖ്ലാസു ബിനൂരിൽ ഇൽമ്. നമ്മളുടെ ഇഖ്ലാസ് വർദ്ധിപ്പിക്കാനുള്ള കാരണം ബിനൂരിൽ ഇൽമ്, അറിവിൻ്റെതായ വെളിച്ചമാണ്. നമുക്കിപ്പോ നോക്കുങ്ങൾ 5ാം ക്ലാസ് മദ്രസ എന്ന് പറഞ്ഞാല് അതിപ്പോ 5ാം ക്ലാസ് മദ്രസയെന്ന് നമുക്ക് കിട്ടുക എന്താ, വളരെ കുറച്ച് കാര്യങ്ങളാണ്, വളരെ കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്നൊന്നും നമുക്ക് മദ്രസന്നൊന്നും മനസ്സിലാവില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഓതി പഠിച്ചു എന്നല്ലാതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കത്തിക്കണം. എന്നിട്ട് അതിനെ ഊതി നമ്മൾ കത്തിച്ച് അതിനെ ഉഷാറാക്കി തീപ്പന്തമാക്കി തീഗോളമാക്കി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് മതം എന്ത് ചെയ്യുള്ളൂ, അതിനോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ക്ലാസ് ഇവിടെ ഉണ്ട് അസറിന് എന്ന് പറഞ്ഞിട്ട്, മഗ്‌രിബിന് ഇപ്പോൾ ഞാൻ മുമ്പൊരു സ്ഥലത്ത് ക്ലാസ്സിന് പോയപ്പോൾ അവിടെ കുറെ മുമ്പാട്ടോ AP അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം, ഞാൻ പ്രഭാഷണമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ആദ്യത്തി, AP അറിയണവർ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും, ബാക്കിയൊക്കെ പുതുതലമുറ. ഞാനും AP ആദ്യത്തി, പിന്നെ വിളിച്ച ആളൊക്കെ വന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കണത് തുടങ്ങണ്ടേ, ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വേണം AP അബ്ദുൽ ഖാദർ മൗലവി കൊടുക്കാൻ പോകാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇജ്ജ് അങ്ങോട്ട് തുടങ്ങിക്കോ, ഞാൻ തുടങ്ങിയ മാതിരി കൂട്ടിയാൽ മതി. എന്നിട്ട് ഉസ്താദ് മൈക്ക് കൂടി പറയണേ, നോമ്പുറക്കല്ലേ നിങ്ങൾ വിളിച്ച്, അത് മഗ്‌രിബിനാന്ന് എല്ലാവർക്കും അറിയാം. ക്ലാസ് അതിപ്പോ അങ്ങനെ കേൾക്കണം എന്നൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേക്കാരം അതൊക്കെ നോമ്പുറയാകുമ്പോഴത്തേന് വന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇഫ്താറും സംഗമവും എന്ന് വെച്ചാൽ ഇഫ്താറിനെ എത്തുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്ത്, നിങ്ങൾ ഇവിടെ ഈ സംഗമത്തിന് എത്തി. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടല്ല, ഇവിടെ ഒരു ഇൽമിന്റെ സദസ്സുണ്ട്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ കേട്ടിട്ടാണ് നമ്മളെ ചെവിക്കും ഒരു ഒഴിവും കൊടുക്കരുത്. ചെവിന്ന് ഇങ്ങനെ പോകും ഒരു സാധനം കേട്ട്, ആ സാധനം ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ. അപ്പോ ഖുർആൻ നമ്മളെ പഠിപ്പിക്കണം എന്നറിയോ, ഇഖ്ലാസ് ഉണ്ടാകും, അത് വർദ്ധിക്കാൻ നിങ്ങൾ കേൾക്കണം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിനെ കൂടുതലായി ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് അറിവുള്ളവരാണ്, പണ്ഡിതന്മാരാണ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണ്ട, നിങ്ങളൊക്കെ ആലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം നമുക്കറിയാം, ആയത്തുൽ കുർസിയുടെ അർത്ഥം നമുക്കറിയാം, നോമ്പ് തുറക്കുമ്പോൾ ദുആ നമുക്കറിയാം, ദുആന്റെ അർത്ഥം നമുക്കറിയാം, നിസ്കരിക്കണീന്റെ പ്രാർത്ഥനകൾ നമ്മൾക്കറിയാം. അതൊക്കെ തന്നെ ഇൽമിന്റെ ലക്ഷണം. അപ്പോ നിസ്കാരത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരിക്കൽ സഹാബികൾ ചോദിച്ചു, റസൂലേ ഇഖ്ലാസ് കിട്ടണില്ല, നിങ്ങൾ എന്താ കാട്ടണ്ട? അപ്പൊ റസൂൽ പറഞ്ഞു, സ്വല്ലൂ സ്വലാത്ത മുവദ്ദഇൻ, വിട പറയുന്നവന്റെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കുക. അസറിന് നിൽക്കുമ്പോ നമ്മൾ വിചാരിക്കുക ഇൻഷാ അല്ലാഹ് അള്ളാഹു എന്റെ അവസാനത്തെ അസറായിരിക്കും, ഇത് അവസാനത്തെ അസറായിരിക്കും. അപ്പൊ അള്ളാഹിനോട് നമുക്ക് കുറച്ച് ഗൗരവത്തിൽ പറയാണ്ടാവുമല്ലോ. മഗ്‌രിബ് നിസ്കരിക്കുമ്പോ വിചാരിക്കുക അവസാനത്തെ മഗ്‌രിബായിരിക്കും, കാരണം അടുത്ത വക്തിന് നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. മഗ്‌രിബല്ലേ, അത് കഴിഞ്ഞാൽ ഈശ ഉണ്ടല്ലോ, ഈശ കഴിഞ്ഞാൽ സുബൈ, അപ്പൊ ചൊവ്വാക്ക സുബൈ ഊറില്ലേ, അങ്ങനെ വിചാരിക്കണ്ട, അവസാനത്താന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾക്ക് അറിവ് നേടുമ്പോ നമ്മളെ അറിവ് പിന്നെ ഇഖ്ലാസ് കൂട്ടും. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു സലഫി പ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹത്തെ തെരഞ്ഞു വന്നപ്പോ അയാൾ പള്ളിയാന്ന് കേട്ടപ്പോ പള്ളി കയറി നോക്കുമ്പോ ഓൻ ഖുർആൻ ക്ലാസ്സിലാണ്. അപ്പോ അവൻ പറഞ്ഞു, ഖുർആൻ ക്ലാസ്സിൽ അവിടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കും കൂടി പോവാം. അപ്പൊ അവിടെ ഇരുന്നു ഈ പാവം. അവിടെ ഇരുന്നപ്പോ രണ്ടായത്ത് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ഒരു ദിവസം രണ്ടായത്ത അത് കേട്ടു, തലയിലൊക്കെ മാറ്റി അവിടെ ഇരുന്ന് ഈ ചങ്ങായിനെ വിളിക്കാൻ വന്നോണ്ട് ഇപ്പൊ ക്ലാസ്സിലും കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കേട്ടിറങ്ങി പോയിട്ടോ. അങ്ങനെ 2 മാസം കഴിഞ്ഞ് വിസ വന്നു, പിന്നെ സൗദി അറേബ്യയിലേക്കാണ് വിസ കിട്ടി. അപ്പൊ വിസയിലുള്ള എന്താ വെച്ചാൽ ഓഫീസ് ബോയ്, അവിടെ എത്തി നോക്കുമ്പോൾ ആടിനെ മേക്കലാണ് പണി. അങ്ങനെ ആടിനെ വെച്ച് ആടും ഓനൊക്കെ ഏകദേശം ഒരു കൊലത്തിലായി. എന്താ പറയണേ, വെള്ളമല്ല പറ്റൂല, ഭക്ഷണമല്ല ഒന്നുമില്ല. അങ്ങനെ നടന്ന്
അവസാനം വഴിമുട്ടി ആത്മഹത്യ ചെയ്താലോ എന്ന് ഒരു കുന്നിൻ്റെ മുകളിൽ ഈ ചെറിയ ചെറിയ പുല്ലുകൾ ഉണ്ടാവും ഇടക്കിടക്ക്, അത് ആടുകാക്കെ കാണൂല, നമ്മൾ അറിഞ്ഞാൽ അത് കാണൂല. അങ്ങനെ ഇയാളൊരു കുന്നിൻ്റെ മുകളിലെത്തി അവിടുന്ന് ഉരുണ്ട് മറിഞ്ഞ് വീണ് ആത്മഹത്യ ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചപ്പോഴാണ് നാട്ടിൽ ഈ കൂട്ടുകാരനെ തെരഞ്ഞെന്നപ്പോൾ പഠിച്ച 2 ആയത്ത് ഓർമ്മ വന്നു. ഏതാ നിങ്ങൾ? സഹോദര, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടാകും. പ്രയാസം കഴിഞ്ഞാൽ എളുപ്പമുണ്ടാകും. എല്ലാവരും പ്രയാസം സഹിച്ചുമ്പോൾ അത് കഴിഞ്ഞാൽ ഒരു എളുപ്പമുണ്ടാകും. ആയത്തിൽ പ്രതീക്ഷ വെക്കുകയാണ്. ആയത്തിൽ പ്രതീക്ഷ വെച്ച് ഇറങ്ങി വന്ന് മസ്റയിൽ കടന്നുറങ്ങി 1-2 ദിവസം കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായി അതിലെ ഒരു അൺഓതറൈസ്ഡ് വണ്ടി പോണത് കണ്ടു. ആ വണ്ടി മുതലാളിയായിക്കും വിചാരിച്ചു നോക്കുമ്പോൾ കഫീലല്ല, വേറൊരു രാജ്യക്കാരനാണ്. അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തിയപ്പോൾ എംബസി പോയി പറഞ്ഞ് എംബസി ഉദ്യോഗസ്ഥർ ഇയാളെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിച്ച് നാട്ടിൽ വന്നിട്ട് ഈ സുഹൃത്തിനോട് പറഞ്ഞ എൻ്റെ അഞ്ച് പോയ ക്ലാസ് എന്ന് കേട്ട 2 ആയത്താണ് ഈ ജീവനിൽ നിൽക്കുന്നത് എന്ന്. 6000 പഠിച്ചിട്ടില്ല, ആകെ 2 ആയത്തിൻ്റെ അർത്ഥം മാത്രം പഠിച്ച് അത് ഓനെ ആത്മഹത്യയുടെ ആ വക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന. ഇങ്ങനെ തന്നെയാണ് ആയത്ത് പ്രതികരിക്കുക. അപ്പൊ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അർത്ഥസഹിതം പഠിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഗൗരവത്തോടെ പഠിക്കുക. ഞാൻ നമ്മളെ കുന്നംകുളത്തിനടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിക്കാഹിന് പോയി. അപ്പൊ നിക്കാഹിനൊക്കെ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ 2-3 കൂട്ടുകാര് പിറകൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടേ, മൗലവി ശരിക്കും അന്വേഷിക്കണോ ഈ നിക്കാഹ്? അപ്പൊ എനിക്ക് പേടിയായി, പഠിച്ചവനെ ഇനി വല്ല ലവ് മാരേജ് ഒക്കെയാണ്, എന്താണെന്നും തിരിയില്ല. അപ്പൊ ഞാൻ വീണ്ടും ഈ പറഞ്ഞതിനോട് എന്താ സംഭവം, ഈ പുതിയാപ്പള ഭയങ്കര ദേഷ്യക്കാരനാണ്. ഓനെ നാട്ടുകാരനെ പുപ്പുലി എന്നാണോ, പുലി എന്നല്ല പുപ്പുലി എന്നാണോ വിളിക്കുക, അത്തരത്തിൽ. അതുകൊണ്ട് നിക്കാഹ് കഴിച്ചു കൊടുക്കണം, നിങ്ങൾ നല്ലോ കരുതിക്കൊള്ളി, നല്ലോ മദ്യം പറയാനും നിങ്ങൾ ഒരുങ്ങണ്ടിയിരുന്ന എന്നോട് വിവരം പറയണം. അപ്പൊ ഞാനൊരു 5 മിനിറ്റ് ഇരുന്നു, വെള്ളമൊക്കെ ഒന്ന് കൊടുത്തോട്ടെ എഴുതിയിട്ട്, എന്നിട്ട് ഒന്നും കൂടി ഒന്ന് പ്രിപ്പയർ ആയി. കാരണം ഇവനെ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ നമുക്ക് വേറെയാണ്, ബാക്കിയുള്ള ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന് 2-3 ഹദീസ് ഇവന് പറഞ്ഞു കൊടുക്കുക, ആയത്തോ പറഞ്ഞു കൊടുക്കണ്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ഖുതുബയൊക്കെ കഴിഞ്ഞ്. അപ്പൊ അതില് പിന്നെ കുറച്ച് ഗൗരവത്തിൽ തന്നെ പെണ്ണുങ്ങളെ തച്ചാലൊക്കെ ഉള്ള രാജ്യത്തെ ശിക്ഷയും ഒക്കെ പറഞ്ഞിരിക്കണം കേട്ടോ. റസൂലിന്റെ ഹദീസൊക്കെ കഴിഞ്ഞ് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് കണ്ടുമുട്ടിയപ്പോൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ഞാൻ അങ്ങനെ മൗലവിൻ്റെ നിക്കാഹുകളെ നടത്തിയ എവിടുന്ന് വെച്ച് കുന്നംകുളത്തുനിന്നാണ്. അന്ന് കുറച്ച് ഗൗരവത്തിൽ നടത്തിയൊരു നിക്കാഹില്ല, അതാണ് ഇഞ്ചത് അറിഞ്ഞോട്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനെ പറഞ്ഞു കൊടുത്തിരിക്കണം, മൗലവിനോട് ഞങ്ങൾ ആദ്യം പറഞ്ഞതിന്, അതുകൊണ്ട് മൂപ്പര് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞിരിക്കണത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ, പിന്നെ അടുത്ത ചോദ്യങ്ങളല്ലേ, അല്ല ഇപ്പം എത്ര തലാക്ക് കഴിഞ്ഞു എന്നാണ് മൂപ്പരോട് ചോദിക്കേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പം എങ്ങനെയുണ്ട് മൗലവി, അന്ന് നിങ്ങളൊരു ഹദീസ് പറഞ്ഞിരുന്നു, അതിനാലപ്പ കുടുംബജീവിതം ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതാണ് ഹദീസ്? സ്ത്രീ ഒരു വാരിയല് പോലെയാണ്, പെട്ടെന്ന് ചൊവ്വാക്കിയാ പൊട്ടിപ്പോവും, നന്നാക്കാൻ ഞാൻ വളഞ്ഞോ. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് കുടുങ്ങി. കാരണം ഇവളെന്തെങ്കിലും ഫാൾട്ട് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ ഓള് പൊട്ടിപ്പോവും, പറയാതെ എന്നാ ഓള് വളഞ്ഞു പോവും. പിന്നെ ഞാൻ ഓളെടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ വല്ലാതെ കരുതി ആലോചിച്ച് ചിന്തിച്ച് ഇത് പൊട്ടരുത് എന്നാ നന്നാവും വേണം. റസൂലുള്ള വല്ലാത്തൊരു കോലത്തിലാണല്ലോ പറഞ്ഞത്. എന്നൊക്കെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു ഇതാണ് ഹദീസിന്റെ ഗുണം. കാരണം വല്ലാത്തൊരു മനഃശാസ്ത്രം. ഭാര്യ സ്ത്രീ ഒരു വാരിയല് പോലെയാണ്, ഒരു വളവോക്കുണ്ട്. എന്നാ ഇച്ച് പെട്ടെന്ന് നീർത്തിയാ പൊട്ടും, നീർത്താ പെരുമ്പളവാവും ചെയ്യും. പിന്നെന്താ കാട്ടുക? അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാര്യങ്ങളായി ഇങ്ങോട്ടായി അങ്ങോട്ടായി. അതാണ് ഒരു നിലനിൽപ്പ്. അപ്പോ അള്ളാഹുവിന്റെ ഖുർആനും റസൂലിന്റെ വചനത്തിനുള്ള വില നമ്മൾ ഇഖ്ലാസ് വർദ്ധിപ്പിക്കും. നമ്മളെ വീട് നിലനിർത്തും, നമ്മൾ 5 സെന്റ് നിലനിർത്തും, നമ്മൾ ആ വീടിന്റെ ഉള്ളിൽ മക്കൾ നിലനിർത്തും. മക്കളൊക്കെ വളരെ ഹാപ്പി ആക്കാറ്. എന്തുകൊണ്ടാണ് അത്? സിമാറുൽ ഇഖ്ലാസ്. നമ്മളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ ഇത് പുലർത്തുന്നത് കൊണ്ട് സന്തോഷമാണ്. ഇപ്പൊ നിങ്ങളെ നാട്ടിലല്ല, ചില നാട്ടിൽ ഇഖ്ലാസുള്ള ആൾക്കാരുണ്ടാവും, 1-2 അപ്പൊ ആൾക്കാരൊക്കെ ഇഖ്ലാസ് മഹമ്മദോ അവനൊന്നാണ് ആക്കും. എന്നിട്ട് എന്തെങ്കിലും പച്ചപ്പാവും മറ്റേ ആഖിർ തൊഴിലാളിയല്ലേ, അതായത് എല്ലാം കൂടെ കളിയാക്കും. എന്നാ ഈ പറയണോൽക്ക് അറിയാം ഇതുണ്ടെങ്കിലേ സ്വർഗത്ത് കിടക്കുള്ളൂ. പിന്നെ എന്തിനാ ആളെ ആക്കണേ? സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
ഇനിയിപ്പോ ഞമ്മക്ക് അങ്ങനെ തോന്നുകയാണ്, തോനെ ഇഖ്ലാസിനാണ്, നമുക്കത് ആക്കി കിട്ടൂല. സ്വഹാബികള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് സുജൂദ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് പറയാണ്, റസൂലിന്റെ കാലത്ത് നമ്മൾ സുജൂദിൽ കരഞ്ഞീനുലേ, ഇപ്പൊ നമ്മൾ കരയണൊന്നുമില്ലല്ലേ. റസൂലിന്റെ കാലത്ത് നമ്മൾ സുജൂദിലൊക്കെ കരഞ്ഞീനുലേ, നമ്മളിപ്പോ കരയലൊന്നുമില്ലല്ലേ. അപ്പോ മറ്റുള്ളവർ പറയണേ, നമ്മള് അന്ന് റസൂലുള്ള കരയാൻ തുടങ്ങും, നമ്മളത് കേൾക്കുമ്പോ നമ്മളതിലേക്ക് ചിന്തിക്കും, അങ്ങനെ നമ്മളും കരയാൻ തുടങ്ങും. അതിനുള്ള പരിഹാരം ഒരു പറഞ്ഞാ നിങ്ങള്, നമ്മൾ ആദ്യം അങ്ങോട്ട് നൊലോളിച്ച ആയത്തിന്റെ ഗൗരവം കേൾക്കുമ്പോ കരച്ചിൽ കൃത്രിമമായിട്ടെങ്കിലും കരച്ചിൽ തുടങ്ങുക. ആ കരച്ചിൽ തുടങ്ങുമ്പോ നമ്മളെ ശരീരത്തിന് മനസ്സിലാവും കാര്യഗൗരവമുള്ള എന്തോ ആണ് വരുന്നത്. അപ്പൊ അതിനോട് താദാത്മ്യം പ്രവർത്തിക്കും. അത് ഏതുപോലെ ഞമ്മക്ക് കണ്ണിനൊരു മുറി വന്നാൽ ശരീരത്തിൽ മൊത്തം പനി വരുന്ന പോലെ നമ്മളെ ശരീരം അതിനോട് താദാത്മ്യം പുലർത്തുമെന്നാണ്. അപ്പോ നമ്മൾ കരയേണ്ട നേരത്ത് കരയണം, ചിരിക്കേണ്ട നേരത്ത് ചിരിക്കണം, നമ്മള് ഇരിക്കേണ്ട നേരത്തെ ഇരിക്കണം. അല്ലാതെ തീരെ കരയാത്ത മനുഷ്യന്മാരുണ്ട് നിങ്ങളെ നാട്ടിലല്ലോ കേട്ടോ. തീരെ കരയില്ല, വാപ്പ അരിച്ചാലും കരിയില്ല, അമ്മ അരിച്ചാലും കരിയില്ല, പെണ്ണുങ്ങൾ അരിച്ചാലും കരിയില്ല. അപ്പൊ ആൾക്കാർ പറയും അവന് മെന്റലാണ്, അങ്ങനെ പറയുള്ളൂ. അല്ലാതെ അവന് ഭയങ്കര മനക്കരുത്താന്ന് പറയില്ല. കരയേണ്ടടുത്ത് നമ്മൾ കരയണം, ചിരിക്കേണ്ടടുത്ത് നമ്മൾ ചിരിക്കണം, ചിന്തിക്കേണ്ടടുത്ത് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ മനുഷ്യൻ പടച്ചോന് നമുക്ക് അള്ളാഹു നമുക്കെന്ന വികാരങ്ങളാണ്. അപ്പോ നമ്മൾ പറഞ്ഞതാ വിശ്വാസിക്ക് പിന്നെ ഈ ഇഖ്ലാസ് നമുക്ക് ഉണ്ടായാൽ അങ്ങനത്തെ ആൾക്കാർ നാട്ടിൽ ഉണ്ടാകേണ്ട. ചിലപ്പോൾ മഴയൊക്കെ പെയ്യണേ അറിയങ്ങള്. ഇപ്പൊ നിങ്ങൾക്ക് 4 മക്കളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറയാണ്, റസൂലേ കയ്യൂല. എന്താ കയ്യാത്ത്? 3 മക്കളാണ്, ഒരുത്തം മണ്ടനാണ്, ഒരുത്തം മന്ദബുദ്ധിയാണ്, ഓന് പണിക്ക് പോകാൻ കയ്യൂല. രണ്ടാമത്തവൻ മടിയനും ദുർബലനുമാണ്. രണ്ടാമത്തവൻ മണ്ടനും ദുർബലനുമാണ്, മടിയനുമാണ്. മൂന്നാമത്തവനാണ് അധ്വാനിക്കാൻ കഴിയുക. ഓൻ പഠിച്ചാൻ പോവുകയാണല്ലോ, ഓൻ ദീനിയായിട്ട് ആയത്ത് പഠിച്ചാൻ പോവുകയാണ്. ഞാൻ ഈ മനുഷ്യനെ എങ്ങനെ ഇത് ജലവ് കഴിഞ്ഞ് പോണം, എന്നെ കൊണ്ട് അധ്വാനിച്ച്. റസൂലുള്ള പറഞ്ഞ ആ 2 മക്കളില്ലേ, ഐറ്റനെ കൊണ്ട് നീ തീറ്റിക്കപ്പെടുന്നു. പഠിക്കാൻ പോണ കുട്ടിനെ കൊണ്ടും അതോടൊപ്പം തന്നെ മന്ദബുദ്ധിയായ കുട്ടിയില്ലേ വീട്ടില്, അവർ കാരണം ലഅല്ലക തുർസഖു, നീ ഭക്ഷിക്കപ്പെടുമെന്നാണ്. അപ്പൊ നോക്കിങ്ങള്, നമ്മള് പടച്ചോനെ വിശ്വാസത്തിലെടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ പോലും ഇഖ്ലാസ് പുലർത്തിയാൽ അള്ളാഹു അതിന് വഴി നമുക്ക് തുറന്നു തരും. അപ്പൊ എന്തൊക്കെയാണ്? തഫ്രീജുൽ ഖുറബാത്ത്, നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളെ ഒഴിവാക്കാൻ അള്ളാഹു ഇഖ്ലാസ് തെരഞ്ഞെടുക്കുന്നു. ഇഖ്ലാസുള്ള ആളാണ്, നല്ല ദീനിയാണ്, നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ ഒഴിവാക്കി പോകും. അപ്പൊ നിങ്ങള് കുറെ മുമ്പാണെന്ന് തോന്നുന്നു ഒരാള് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കമ്പിപ്പാര വെച്ചങ്ങാണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോ അതിലൊരു കാറും വന്നു, ഇതിലൊരു വണ്ടി വന്ന്, മൂപ്പര് മാത്രം അതിന് നടുക്കായി ആകെ പേടിച്ച്. കാരണം ഒന്ന് ലൈൻ തെറ്റി വന്നതാ. പക്ഷെ അയാള് പിന്നെ ഇതൊക്കെ പാടെ കണ്ടപ്പോ ഈ കമ്പിയൊക്കെ ഇട്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെടുകയാണ്. പിന്നെ അയാൾ ഓടേണ്ടതില്ല, 2 വണ്ടി പോയി കുത്തിയിരിക്കണം. ഇനി അയാളുടെ അടുത്തേക്ക് ഒന്നും വരാല്ല. പക്ഷെ ആ ഒരു ബേജാറിൽ ഓടുകയാണ്. അപ്പൊ അതിന്റെ താഴെയുള്ള കമന്റ് എന്താ അറിയോ? അയാൾ ഭക്തനായ ഒരു മനുഷ്യൻ ആരാധനാലയത്തുനിന്ന് സുബൈ കഴിഞ്ഞ് വരികയുണ്ട്, അയാളെ ഒഴിവാക്കൽ റബ്ബിന്റെ ബാധ്യതയായിരുന്നു. ഒരു റബ്ബിന്റെ ബാധ്യതയായിരുന്നു. ഓരോ നാട്ടിൽ സംഭവിക്കണം ഞമ്മക്കറിയില്ല, ആ നാട്ടുകാർക്ക് അറിയാലോ. അയാളെ കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് അയാൾക്ക് കുട്ടിയാൾക്ക് അരി വാങ്ങാനുള്ള ജോലിക്ക് പോവുകയാണ്. അപ്പൊ അയാളെ അവിടുന്ന് ഒഴിവാക്കി കൊടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും വന്ന് കുത്തി മറിയുമ്പോ അതിന്റെ ഇടയിലൊരു മനുഷ്യൻ റോഡിന്റെ സൈഡിൽ ബാക്കിയാന്നൊക്കെ പറയുമ്പോ അയാൾ കർമ്മമായിരിക്കാം. അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമുക്ക് വരുത്തുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, ഒരു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ, ആ ബ്ലഡ് ക്യാൻസർ അവര് ആറ്റുനോറ്റുള്ള കുട്ടിയാണ്. ആ കുട്ടി അത് വന്നപ്പോ അധ്യാപകരും അധ്യാപികയും ഒക്കെ ആയ ഓൾക്ക് വല്ലാത്ത സങ്കടമായി. അപ്പോ അവരുടെ ഗുരുവിനൊക്കെ സമീപിച്ചു. ഗുരു പറഞ്ഞു, അള്ളാഹിനോട് പറയാ, അല്ലല്ലേ നമുക്ക് കുഞ്ഞിനെ തന്നെ, എന്താണോ തീരുമാനം റബ്ബ് അങ്ങ് തീരുമാനിച്ചോട്ടെ, നമ്മളതിൽ സങ്കടപ്പെടാൻ പോണ്ട, അള്ളാഹിനോട് അങ്ങോട്ട് പറഞ്ഞു. ഒരു 3 കൊല്ലം അള്ളാഹിനോട് പറഞ്ഞ് ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ കൊടുക്കും, ഇഞ്ചക്ഷനൊക്കെ കൊടുക്കും. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ അതിന്റെ അംശമൊന്നും കാണാനില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിനോ ചോദിച്ചോലോ. ആ പറഞ്ഞു, ഞങ്ങൾ വേറെ എവിടെയും പോയില്ല, സാറ് തരുന്ന മരുന്ന് കുടിക്കും, പിന്നെ ദൈവത്തോട് പറയാം. മൂപ്പര് പറഞ്ഞോലോ, എൻ്റെ അടുത്ത് അധികവും ഇങ്ങനെ വരുന്ന ആളുകള് ദൈവീകമായ ആ ആത്മാർത്ഥതയിൽ ഉറച്ച് വിശ്വസിച്ച് ആ ദൈവത്തോട് പറഞ്ഞിട്ട് പരിഹരിക്കപ്പെട്ടാണ് അധികവും വരുന്നത്.
പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. അപ്പൊ ഞാൻ പറയണത് വെച്ചാല് തഫ്രീജുൽ ഖുറബാത്ത്, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ നമ്മൾ അതുവരെ പുലർത്തിയ ഇഖ്ലാസ് കൊണ്ട് അള്ളാഹ് ഒഴിവാക്കി തരും. ഉദാഹരണം ഏതാണ്? ഗുഹയിലകപ്പെട്ട 3 പേർ. ആ 3 പേരുടെ ജീവൻ തന്നെ അവസാനിക്കുമെന്ന് വന്ന ഘട്ടത്തിൽ അവർ അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ, തിന്മക്ക് അവസരം കിട്ടിയിട്ട് ആ തിന്മയിൽ നിന്ന് നിന്നെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ പിന്മാറിയത്. റബ്ബേ, ഈ കല്ലൊന്ന് നീക്കിത്തരണേ. മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഒരുങ്ങി പാല് അവർക്ക് വേണ്ടി കറന്നു കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്ക് അവർ ഉറങ്ങിപ്പോയി. എന്റെ കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ട് പോലും ഞാനത് കൊടുക്കാതെ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചു. റബ്ബേ, അത് നിന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. റബ്ബേ, കല്ല് നീക്കണേ. അള്ളാഹു ആ കല്ല്, അന്ന് JCB ഒന്നുമില്ല, കല്ല് നീക്കി കൊടുത്തു. അപ്പൊ ഈ കഥ നമ്മളെ പഠിപ്പിക്കണമെന്ന് അറിയോ? നമ്മൾ എന്ത് അപകടങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ പെട്ടാലും നമ്മൾ പുലർത്തുന്ന ഇഖ്ലാസ് ചിലപ്പോ നാട്ടുകാർ കളിയാക്കുവോ. കണ്ടില്ലേ, മുറിയാൻ പാൻറ് ഇട്ട് നടക്കണ ഓനിപ്പോ എന്താ കുറച്ച് താത്തി ഒന്ന് സ്റ്റൈലാക്കി നടന്നൂടെ? ഓൻ കണ്ടില്ലേ ഒരു കൂസന്താടിയും വെച്ച് നടക്കണെന്നൊക്കെ പറയും. അതൊക്കെ പറയണോല് പറഞ്ഞോട്ടെ. സഹോദര, പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ അല്ലേ അപ്പുറത്ത്? ഉണ്ടാവും. ആ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളെ വാപ്പ നിങ്ങൾക്കൊരു 21-22 വയസ്സാവുമ്പോ നല്ല ഒരു പുതിയാപ്പളിനെ കൊടുന്നു. ഓ നല്ല കിറാത്താണ്, നല്ല ബാങ്കാണ്, അത്യാവശ്യം കാസർഗോഡ് അങ്ങാടിയിൽ ഒരു ചെറിയ ഷോപ്പ് ഉള്ളത്. അവൻ കയറി വന്നു. വാപ്പ പറഞ്ഞു, എന്നെ കാണാൻ പുതിയാപ്പളിനെ കൊടുത്തിട്ടുണ്ട്, ദീനിയാണ്, നിസ്കരിച്ചു, 5 നേരം ജമാഅത്ത് ഒക്കെ പങ്കെടുക്കണ കുട്ടിയാണ്, അത്യാവശ്യം വീട്ടിൽ വരുമാനമൊക്കെ ഉണ്ട്, ഓൻ ആണ്ടും കൊണ്ടും പോകാനൊരു ബൈക്കൊക്കെ ഉണ്ട്, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവുകയൊക്കെ ചെയ്യും, അതിലൊന്നും സങ്കടപ്പെടണ്ട. കാണാൻ വന്ന് നോക്കുമ്പോ ഓനൊരു വെളുത്ത കുട്ടിയാണ്, പക്ഷെ ഓനൊരു താടിയൊക്കെ ഉണ്ട്. അപ്പോ ഉമ്മാനോട് പറയണം, ഉമ്മ ഒരു കൊറ്റന്താടിയും വെച്ചങ്ങാണ്ട് ഒരുത്തനെ കൊടുത്തിക്കണ്. എടി, അത് കൊറ്റനാടല്ല, ആണല്ലേ, എനിക്കറിയില്ലേ അത്. അല്ല, അതെന്തിനാ? അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുക്കണം, മോളെ, ഇഖ്ലാസുള്ള ഈമാനുള്ള ഒരു പുതിയാപ്പിള ആവുമ്പോ ഓനെ നോക്കും, ഓനെ കൊല്ലൂല, ഓനക്ക് തിന്നാൻ തരും. ആ വീട്ടിലെ വാപ്പാനി ഉമ്മാനി നോക്കും, ആ വാപ്പിമ്മി അന്നെ നോക്കും. അങ്ങനെ നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാവും, ആ മക്കൾക്ക് നല്ല പേരിടും, ആ മക്കൾ നന്നായി വളരും. അങ്ങനെ നിങ്ങൾക്ക് വയസ്സാവും, നിങ്ങൾ വയസ്സെത്തി, ഓൻ വയസ്സിനൊക്കെ ആവും. അങ്ങനെ നിങ്ങൾ വൃദ്ധരാവും. അപ്പൊ ഈ മക്കൾ നിങ്ങളെ നോക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മരണം സംഭവിക്കുമ്പോൾ നിങ്ങളെ ഖബറിൽ കൊണ്ടേക്കും. ആ ഖബറിന്റെ അടുത്ത് ഈ മക്കൾ വരും. അതായത് മരിച്ച് ചീഞ്ഞു പോയാൽ പോലും തീരാത്ത ബന്ധം എന്ത് ചെയ്യും? ഈ ഇഖ്ലാസ് കൊണ്ട് കിട്ടും. നേരെ മറിച്ച് ഒരു ചൊറുക്കുള്ളവനെ കൊടുന്നു, ആ നല്ല ചൊറുക്കുണ്ട്, അല്ലാ കാണാനെന്താ ചൊറുക്ക്, എന്താ അവൻ്റെ കണ്ണ്, എന്താ അവൻ്റെ മൂക്ക്, അത് തന്നെ മതി. അപ്പോൾ നിസ്കരിച്ച്, നിസ്കാരമൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ ആക്കാം. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ആ സഹോദരിയായ പെൺകുട്ടി പറയാണ്, ബാപ്പാ, ഓ മയക്കുമരുന്ന് അടിച്ചു, എന്നാ വിവാഹമോചനം വിവാഹമോചനം ചെയ്യാൻ അയക്കൂല എന്ന് പറഞ്ഞ, വിവാഹമോചനം ചെയ്താ അന്യ എന്റെ ബാപ്പാനി തട്ടുന്നാ പറഞ്ഞിട്ടാണ്. എന്തേ കിട്ടിയേ? അവസാനോ ലഹരിക്കടിമയായി, ലഹരി കച്ചവടക്കാരനായി 16 കൊല്ലത്തെ ജയിലിലേക്ക്. കാരണം എന്താ അറിയോ, 1 കിലോ MDMA ഒക്കെ പിടിച്ചാൽ പിന്നെ 16 കൊല്ലാണല്ലോ ജയിലൊക്കെ. ആ ജയിലിലേക്കാണ് പോയി. പിന്നെ ഈ കുട്ടി എന്തായി? കുട്ടിനെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, വിവാഹം നിലനിൽക്കുക. പ്രിയപ്പെട്ട സഹോദരി, എന്താണ് കിട്ടുന്നത്? അപ്പൊ ഇഖ്ലാസ് ഉള്ളതിനെ കിട്ടുമ്പോ ഇഖ്ലാസ് ഉള്ള സന്തോഷിക്കുക. നമ്മളെ ഭാര്യനെ കുറിച്ച് നമുക്ക് നല്ല മതിപ്പാണ് ഇപ്പോ. കാരണം എന്താ? ഓള് ദീനിയാണ്, അവള് മുഖമക്കനെ ധരിക്കും, അവള് നമുക്ക് ഭക്ഷണം തരും, അതേപോലെ തന്നെ അവള് പള്ളിക്ക് പോരും, അവള് നോമ്പ് തുറന്നു കഴിഞ്ഞാല് പിന്നെ നമുക്കുള്ള ഭക്ഷണം അത്യാവശ്യമൊക്കെ തന്നു കഴിഞ്ഞാൽ ഓള് ഓതായിരിക്കും, ഓള് പള്ളിക്ക് പോരും, നമ്മളെല്ലാരും കൂടി ഒപ്പാണ് പോകല്, അല്ലേ? അതൊക്കെ അല്ലേ ദീന്. അല്ലാതെ ഷോപ്പിംഗ് മാളിക്ക് ഞങ്ങൾ ഒപ്പാ പോകല്, ഞങ്ങള് പിന്നെ കോർപ്പറേഷന്റെ ഉത്സവം ഉണ്ടാവുമ്പോ ഞങ്ങളെല്ലാരും കൂടി ഒന്നിച്ചാണ് യന്ത്രൂഞ്ഞാലിൽ കറങ്ങല്, ടൂർ ഞങ്ങൾ ഒന്നിച്ചാണ് പോകല്, ഒക്കെ ഒങ്ങലാണ്. പള്ളിക്കൊക്കെ അല്ലാ, അത് ഹറാമാണ്. പള്ളി ഹറാമാണ്, യന്ത്രൂഞ്ഞാലാണ്, പിന്നെ കോർപ്പറേഷന്റെ ഇത് ഉണ്ടല്ലോ ഉത്സവം, ഒക്കെ ഹലാലാണ്. അള്ളാന്റെ പള്ളി ഹറാമാണ്. ആരാ പറയണേ? മുസ്ലിമത്തായ പെണ്ണ്, അപ്പോ മുസ്ലിമത്തായ മുഅ്മിനീങ്ങളായ ഉമ്മുൽ മുഅ്മിനാത്തുകൾ അങ്ങനെയായിനോ പറഞ്ഞീനെ?
അല്ല, ഓല് പള്ളിയിൽ എഴുത്തിക്കാഫ് വരെ ഇരുന്നിരുന്നു എന്നാ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ പെണ്ണെങ്ങനത്തതാ? നല്ല സഹോദരിയാണ്. നമുക്ക് ചിലപ്പോൾ കരിച്ചതും പൊരിച്ചതും ഒക്കെ കുറച്ച് കുറവുണ്ടാവും. നമുക്ക് അന്നം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നോമ്പ് തുറന്നാല് അത്താഴത്തിന് നമുക്ക് ചൂടുള്ള കിട്ടുന്നു, കുഴപ്പമില്ല. പക്ഷെ ഇബാദത്തെടുക്കുന്നവളാണ്. ആ ഇബാദത്തെടുക്കുന്നവൾ നാളെ പരലോകത്ത് നിങ്ങളെ കൂടെ സ്വർഗത്തിലോളും ഉണ്ടാവും. അതാണ് നിങ്ങൾക്കുള്ള ഹൈർ. അപ്പൊ എന്താവുക? തഫ്രീജ് അൽ ഇന്തിസാറു, അല്ലാഹുവിന്റെ സഹായം ലഭിക്കും. ഇഖ്ലാസ് ഉണ്ടായാൽ റബ്ബിന്റെ സഹായം ലഭിക്കും. അല്ലേ? പരീക്ഷയ്ക്ക് എഴുതാൻ പോണ കുട്ടികളാണ്. ഒരു സ്ഥലത്തൊരുക്കെ കണ്ടു, പരീക്ഷ എഴുതാൻ 10ാം ക്ലാസ്സിൽ പോകുന്നവർ ഇവിടെ വരിക, അവർക്കൊരു ക്യാമ്പുണ്ട്. അവർക്ക് ഞങ്ങൾ മന്ത്രിച്ചൂതിയ ഒരു പേന കൊടുക്കുന്നതാണ്. ആ പേനയുമായി പോയാൽ എല്ലാവർക്കും ഫുൾ A+ കിട്ടുന്നതാണ്. എന്തിനാണ് ഇങ്ങനത്തെ നോണിയൊക്കെ ദീനുൽ ഇസ്ലാമിൽ പറയുന്ന അറിയില്ല. എല്ലാവർക്കും ഓരോ ഊതിയ പെണ്ണ് കൊടുത്തിട്ട് ഈ ചങ്ങായി ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അപ്പൊ കുട്ടികളെ നമ്മൾ വായിക്കുക, പഠിക്കുക, നല്ലോണം ഓർത്തു വെക്കുക. എന്നിട്ട് പിന്നെ കോപ്പി അടിക്കാനുള്ള കടലാസൊന്നും ഏറ്റ് പോകരുത്. ഇവിടെ വലിയ കുട്ടികളെ കാണാനുണ്ട്, 3 ആളുണ്ട്. കോപ്പി അടിക്കാനുള്ള കടലാസൊന്നും ഏറ്റ് പോകാതെ അതൊക്കെ തലച്ചോറിലാക്കിയിട്ട് സുബഹിയൊക്കെ നിസ്കരിച്ച് ദ്വാർന്ന് പോവുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പരീക്ഷകളിൽ ചെന്നപ്പോഴേ ഒരു പെൺകുട്ടി, അവള് +1. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആൾ സ്റ്റാൻഡപ്പ് പറഞ്ഞ് കൊടുക്കുമ്പോ ഇവളിങ്ങനെ കണ്ണും ചിമ്പിയാ നിൽക്കണം ഇങ്ങനെ. അപ്പൊ ഞാൻ ഓക്ക് ക്വസ്റ്റ്യൻ കൊടുക്കാതെ ഞാൻ അപ്പുറത്തേക്ക് പോകും. അപ്പൊ ഇവള് കുറച്ച് സാർ എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ എന്തിനെ കണ്ണിമ്പേ? സാർ അത് ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നങ്ങോട്ട് തുറന്നാൽ പഠിച്ചതൊക്കെ ഓർമ്മ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണിമ്പിയാണ്, അല്ലാതെ ഞാൻ കണ്ണു കാണാത്ത കുട്ടിയൊന്നും അല്ല. അപ്പൊ ഞാൻ ഓക്ക് കൊടുത്തു. കാരണം അവള് ആ ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് ബിസ്മി ചൊല്ലിങ്ങാണ്ട് തുറന്നാല് അവള് പഠിച്ചു വെച്ചതൊക്കെ ഓർമ്മ കിട്ടുമല്ലോ, ബേജാറൊക്കെ ഒഴിവാകും. അങ്ങനെ അള്ളാനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹൈറുണ്ട്, ഒരുപാട് നന്മകളുണ്ട്. പഠനരംഗത്തായാലും മറ്റുള്ള രംഗത്തായാലും ജോലി രംഗത്തായാലും ഒക്കെ അള്ള നമ്മളെന്ത് ചെയ്യും? സഹായിക്കും. അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാന്റെ സഹായം ഉണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതും ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങളൊരു സംഘവുമായി കണ്ടുമുട്ടേണ്ടി വന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക, നിങ്ങൾ വിജയം വരിക്കുന്നവരായി തീർന്നേക്കും. അള്ളാനെ ഓർക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. മകള് ഓപ്പറേഷൻ തിയേറ്ററില്ല, ലേബർ റൂമിൽ പ്രസവത്തിന് കയറിയതാണ്. അപ്പോ മകളെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അത് കഴിഞ്ഞ് വാപ്പ ലൂറിക്കരിക്കാൻ പോയി. അത് കഴിഞ്ഞ് ലൂറിസ്കരിച്ച് മുമ്പ് ചോറൊക്കെ വെച്ച് വന്ന് അവിടെ ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ ഒരു ബെഡ് ഉണ്ട്. ബെഡ് എന്ന് പറഞ്ഞാൽ പോലെ ആശുപത്രിന്റെ ബെഡ്. ഈ വാപ്പ അവിടെ കടന്ന വാപ്പ ഉറങ്ങിയെന്ന് മാത്രമല്ല, 2 ദിവസം ഉറങ്ങാത്തോണ്ട് അതിന്റെ ക്ഷീണത്തിൽ നല്ല 1.5 HP മോട്ടറിന്റെ വലി വലിച്ചെങ്ങാണ്ടാണ് മൂപ്പര് ഉറങ്ങണത്. കൂർക്കം വലിച്ചുറങ്ങാണ്. പുതിയാപ്പിള, അതായത് ഓന്റെ ഭാര്യയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളത്. പുതിയാപ്പിള എന്ത് ചെയ്യാണ്? അങ്ങോട്ട് കണക്കാണ്, അതിന്റെ മുമ്പ് കൂടി ഇങ്ങോട്ട് കണക്കുന്നുണ്ട്, അതിന്റെ മുമ്പ് കൂടി ആണ്ട് കണക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താവോ ഒപ്പറേഷൻ വേണ്ടി വരുമോ, ചോര വേണ്ടി വരും, എങ്ങനെ നടക്കുക. കുറെ കഴിഞ്ഞപ്പോൾ ഇവന് പിരാന്ത് പിടിച്ച്. ഈ ബാപ്പ കടന്നുറങ്ങാം, ഇവ ഇങ്ങനെ ആണ്ടും കൊണ്ട് നടക്കുക. അപ്പോൾ മെല്ലെ ഇങ്ങനെ വാപ്പയാന്ന് പറഞ്ഞിട്ട് എന്താ മനസ്സിൽ കരുണല്ല, ഞാൻ എന്താ കാട്ടുക? മകളവിടെ ഓപ്പറേഷന് കാത്തുക, വാപ്പ കണ്ടില്ലേ പോത്തു പോലെ ഉറങ്ങുന്ന മൂപ്പര ഉണർന്ന്. എന്താ ഇജ്ജ് പറയണു ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളൊക്കെ ഒരു ബാപ്പയാണല്ലോ, എന്തേ ഇങ്ങനെ ഇവിടെ വലിയ ഗൗരവമായിട്ട് കാര്യം നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കടന്നുറങ്ങും. എന്താ ഇജ്ജ് ലൂറിക്കരിച്ചിക്കണോ? ഇല്ല, എന്നാ പോയി നിക്കരിച്ചു. ഞാൻ ലൂറിക്കരിച്ചിക്കണം. ലൂറിക്കരിച്ച് അള്ളഹാനോട് പറയാനുള്ള പറഞ്ഞു. എനിക്ക് ഓപ്പറേഷൻ അറിയോ? ഇല്ല, ഇച്ചു അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കണേ. ഇതിൽ നടന്നിട്ട് എന്താ കാര്യം? നമ്മൾ പടച്ചോനോട് പറയാനുള്ളത് പറയാ, എന്നിട്ട് നമ്മൾ ബേജാറാകാതെ നിൽക്കുക. അള്ളാഹ് അതിനൊരു പരിഹാരമാക്കൂലേ? ഇതൊന്നും ദിക്റും ഈമാനും ഇഖ്ലാസൊന്നും ഇല്ലാതെ ഞാനതല്ല എന്ന് ആണ്ടും കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? അതേപോലെയാണ് നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ അത് പരിഹരിക്കണം, എങ്ങനെ ഭാര്യനോട് പറയാം ബിസ്മില്ലാ, അള്ളാഹ് ഉണ്ട്, എൻ്റെ പഞ്ചൊന്നുകൊണ്ട് ബേജാറാണ്ട, നമുക്ക് റബ്ബ് വിധിച്ചത് വരും. ഒരു കുട്ടി ഗർഭസ്ഥ ശിശുവാണ്, സ്കാൻ ചെയ്തപ്പോൾ കയ്യുമില്ല കാലുമില്ല, 2 കയ്യുമില്ല കാലുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 മാസം ആവണുള്ളൂ, ഇന്ത്യൻ നിയമപ്രകാരം 4 മാസത്തിൻ്റെ ഉള്ളിൽ അബോർഷൻ അനുവാദമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, അമ്മക്ക് ഉണ്ടാകുന്ന കുട്ടിയെ 2 കയ്യും 2 കാലും ഒന്നും ഇല്ലാത്ത കുട്ടിയാണ്, എന്താണ്? ആയിക്കോട്ടെ, ഇവിടെ കൊച്ചു കയ്യും കാലും ഒക്കെ ബാക്കിയുള്ളവർക്കൊക്കെ അല്ലേ, 2 കയ്യും കാലും അല്ലേ, അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും, ഇല്ലാത്തവർക്ക് ഉണ്ടാവില്ല. അതിനൊക്കെ ഇപ്പൊ നമ്മള് ബേജാറാണോ? അതൊക്കെ തരുന്നോനെ അതിനൊരു തീരുമാനം ഉണ്ടാവില്ലേ, ഇങ്ങോട്ട് പോന്നോട്ടെ എന്നാണ്. അപ്പൊ അമ്മ ഇറച്ചിക്കണ്ടാണ്. ആ ഇറച്ചി എല്ലാവരും ഇറച്ചിക്കണ്ടം തന്നെയാണ്, കൂടെ എല്ലാം ഉണ്ടാവും, ഉള്ള എല്ലാം ഉണ്ടാവും, അങ്ങോട്ട് പോന്നോട്ടെ എന്നാണ്.
പോന്നു. ആ കുട്ടി അതേപോലെ തന്നെ ഇന്നും ആ കുട്ടി ഉണ്ട്. ഞാൻ പേര് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു. ആ കുട്ടിക്ക് ബാപ്പ പേരിട്ടെന്താ അറിയാം നിങ്ങൾ? ആ ഇറച്ചിക്കണ്ടത്തിന് ആസിം. കേട്ടണോ? കുട്ടികളെ കേട്ടണം. ആസിം വെളിമണ്ണ എന്ന് പറഞ്ഞ കുട്ടീനെ കേട്ടിക്കണം. 2 കൈ ഇത്രക്കില്ല, കാല് ഇത്രക്കില്ല. ഇന്നലെ ന്യൂസിലാൻഡിൽ വെച്ച് നീന്തൽ മത്സരത്തിൽ ഇന്റർനാഷണൽ തലത്തിൽ ഇന്ത്യക്ക് സ്വർണം വാങ്ങി കൊടുത്തു. 32 രാജ്യത്ത് സഞ്ചരിച്ചു. ബാപ്പ 16 രാജ്യത്ത് ബാപ്പ പോയി. അവൻ്റെ ഒപ്പം ആസി എന്ന് പറഞ്ഞാൽ മനക്കരുത്തുള്ളവെന്ന. 2 കാലുമില്ല, 2 കജ്ജുമില്ല. ഓൻ കാരണമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓൻ്റെ നാട്ടില് ഹൈസ്കൂളാക്കി കൊടുത്തത്. ഓൻ ആവശ്യപ്പെട്ടപ്പോ നോക്കിങ്ങള് ആരും ഇന്ന് കേരളത്തിലെ ഏതൊരു വിദ്യാഭ്യാസ വിചക്ഷണനും വിദ്യാഭ്യാസ മന്ത്രിക്ക് വരെ ആസിമിന്റെ പേര് മനപ്പാടാണ്. ആ ബാപ്പാന്റെ അഭിമാനം നോക്കിങ്ങള് ഇറച്ചിക്കണ്ട. അപ്പോ റബ്ബ് എന്താണോ തീരുമാനിക്കുക അതാണ് ഇവിടെ നടക്കുക. നമ്മളൊന്നും തീരുമാനിക്കണല്ലോ. അപ്പോ റബ്ബിന്റെ സംരക്ഷണം നമുക്കുണ്ടാവും. 3 അൽ ഇസ്മത്തു മിനശ് ശൈത്വാൻ, ചെകുത്താനിൽ നിന്ന് റബ്ബ് നമ്മളെ സംരക്ഷിക്കും. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ് വലഉഗ്വിയന്നഹും അജ്മഈൻ. പടച്ചോനെ ഞാൻ എല്ലാവരും ബഡ്ജറ്റിച്ചു, ഇന്നതിനെ അനുവദിക്കണം. ആയിക്കോട്ടെ, എന്റെ ഉദ്ദേശം അതാണെങ്കിൽ അങ്ങനെ ബഡ്ജറ്റിച്ചു. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, എന്നാൽ ഇഖ്ലാസ് ഉള്ള നിന്റെ അടിമകളെ ഇനി കിട്ടൂല. അതിനെനിക്ക് സാധ്യമല്ല. കാരണം എന്താ? ഇഖ്ലാസ് ഉള്ളവരാണ്. നമ്മൾ നല്ല വഴിക്ക് നടക്കുമ്പോ അതിലൂടെ വേണ്ടാത്തവ നമ്മൾ മൊബൈൽ എടുത്തു നോക്കിയാൽ നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലതറിയാം, വേറൊരു വഴിക്ക് പോവില്ല. ഇപ്പൊ നോമ്പ് കാലാണ്, നമുക്ക് അൽഹംദുലില്ലാ മൊബൈൽ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. പക്ഷെ ചില ആളുകളൊക്കെ ഈ മൊബൈല് ഓതണത് നല്ലതൊക്കെ തന്നെയാണെന്ന് പറയും. അപ്പോൾ ഈ ചിലര് പറയും മൊബൈലിൽ അങ്ങനെ ഓതിയാലും മൗലവിയാകും. അപ്പൊ ഞാൻ ചോദിക്കുക എന്താ സംഭവം? അത് മൊബൈലിൽ ഇങ്ങനെ ഓതാനേക്കാരം മൊബൈലിൽ എടുക്കണേ, പിന്നെ അവസാനിക്കണത് വാട്സപ്പിലേക്കാണ്. അതുകൊണ്ട് ഓതിയത് 10 മിനിറ്റും വാട്സപ്പ് 1.5 മണിക്കൂറോ. അപ്പൊ അതിലേറെ ഖുർആൻ ഓതുക നല്ലതെന്ന് പറയലുണ്ട് ആൾക്കാരൊക്കെ. അപ്പോൾ ഞാൻ പറയണത് വെച്ചാല് നമ്മൾ മൊബൈല് നല്ലതാണ്, പക്ഷെ മൊബൈലുമ്മേൽ നമ്മൾ ജീവിതം അങ്ങോട്ട് ആവുമ്പോ നമ്മളുടെ എല്ലാ കണക്കുകളൊക്കെ തെറ്റും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാം, നമ്മൾ നല്ലത് കാണാൻ വേണ്ടി എടുക്കും, അതിൽക്കൂടി വേണ്ടാത്തത് നമ്മൾ കാണും. വേണ്ടാത്തത് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ മെല്ലെ ആ തിന്മ കയറും. ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ 2 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 17-18 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നിന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആടുന്നുണ്ട്. 2 ആളും ആടുന്നുണ്ട്. വേറെ മണക്കണമൊന്നുമില്ല കേട്ടോ. 2 ആൾ ഇങ്ങനെ ആടുന്നുണ്ട്. ഇങ്ങനെ കണ്ടെന്തൊരു നല്ല നല്ല എഴുത്തൊക്കെയുള്ള നല്ല വെള്ള ബനിയനും കറുത്ത പാൻറ്റൊക്കെ ഇട്ടിട്ടാണ്. നമ്മളെ മക്കളാകണേന്ന് തോന്നിപ്പോ അത്ര ചൊറുക്കൊക്കെ ഉണ്ടേ. ഇങ്ങനെ ട്രെയിൻ വരാനായോ ആയില്ല. അപ്പൊ നമുക്ക് ഓർമ്മ വേണം, നൈലു ശഫാഅത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5:45 നിർത്തിയാ പോരെ അല്ലേ? 42 44 5 അതോടുകൂടി അവസാനിപ്പിക്കാം. അപ്പോ അൽ ഇസ്മത്തു മിനശ് ശൈത്വാൻ അത് നമ്മൾ പറഞ്ഞു. നൈലു ശഫാഅത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് എന്തിനും ഒരു പ്ലാൻ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഏത് കൈ കൊണ്ടാ ഭക്ഷണം കഴിക്കല്? വലത് കൈ കൊണ്ട് അല്ലേ? നമ്മളെല്ലാവരും. നിങ്ങളെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരോ, നിങ്ങളെ നാട്ടിലെ ക്രിസ്തു സഹോദരന്മാരോ, നിങ്ങളുടെ നാട്ടിലെ നിരീശ്വരവാദികളായ ആൾക്കാരുണ്ടോ? പോലും ഏതുകൊണ്ടാ ഭക്ഷണം കഴിക്കൽ? നിങ്ങൾ ആലോചിക്ക്, ചിന്തിക്ക്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇത് നമ്മളെ മെറ്റക്ക് കൊടുത്തു. വേൾഡിലെല്ലാവരും ഇങ്ങനെ വലത് കൈ കൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മറുപടി തരാൻ ചെറിയൊരു ഉൾപ്പേടി. കാരണം എന്താ അറിയോ? ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരം ഇവിടുന്ന് കിട്ടിയെന്ന് മെറ്റ പ്രചരിപ്പിച്ചു എന്ന് വരും. അതുകൊണ്ട് മെറ്റ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് 3 ചിരിന്റെ ഇമോജി ഇട്ടു എനിക്ക്, എന്നിട്ട് തന്നു. എനിക്കെന്താ തന്നറിയോ? ഞാൻ ഇന്നും എൻ്റെ മൊബൈലിലുണ്ട്. ഇത് ഒരു മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമായി ലോകത്ത് പ്രചരിച്ച ഒരു ഉത്തമ സംസ്കാരമാണ്. അത് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അത് അന്വേഷിച്ചാൽ കണ്ടെത്ത വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയും വലത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യുന്ന സംസ്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചത്. അപ്പോൾ നോക്കി നിങ്ങൾ, എല്ലാവരും ഒരു ട്രാഫിക്കിൽ വരികയാണ്. അപ്പോൾ ആ ട്രാഫിക് നമ്മൾ എത്ര ആൾ വെറുക്കുന്നുണ്ടാകാം. അപ്പൊ ആ പ്രവാചകൻ നമുക്ക് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് ലോകത്തോട് വഫാത്ത് പറഞ്ഞ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഇന്നും കളിയാക്കുമ്പോ
10,000-കണക്കിന് പ്രമുഖരെ എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് മൈക്കൽ എച്ച് ഹാർട്ട് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ബുദ്ധിമാനും സാധിക്കുന്നില്ല. നമ്മളെ കേരളത്തിൽ പല ചർച്ചയുണ്ടായിരുന്നു, മുഹമ്മദ് നബി ആരാന്നൊക്കെ. അപ്പൊ നമ്മളെ ആളുകൾ എന്താ അറിയാറോ, മൈക്കൽ എച്ച് ഹാർട്ടിനെ അറിയോ എന്ന് ഈ കേരളത്തിലെ മുറിച്ചുത്തി നിരീശ്വരവാദികളുണ്ടോ അവരോട് ചോദിക്കും. മൂപ്പരെ അറിയൊക്കെ ചെയ്യാം, മൂപ്പർക്ക് വിവരമുണ്ടോ? മൂപ്പർക്ക് വിവരമൊക്കെ ഉണ്ട്. മൂപ്പര് മുത്തുനബിനെ ഒന്നാമതായിട്ടാ കണ്ടെന്ന് അറിയുമ്പോ പിന്നെ ഒന്നും പറയാനുണ്ടായില്ല. ആ റസൂലുള്ളാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബി തങ്ങളെ, ഇങ്ങളെ ശുപാർശ പരലോകത്ത് എനിക്ക് കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണത് കിട്ടുക? അപ്പൊ റസൂൽ അങ്ങനെ ഇരുന്നു. റസൂലുള്ള പറഞ്ഞു, അബൂ ഹുറൈറ, താങ്കൾ മാത്രമാണ് ഇങ്ങനെ ഒരു ചോദ്യം ആദ്യമായി എന്നോട് ചോദിക്കുന്നത്. എന്നാൽ ഞാൻ പറയാം, അസ്അദുൻ നാസു ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി വനഫ്സിഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിഷ്കളങ്കമായി കൊണ്ടും മനസ്സിലുറച്ചുകൊണ്ടും ആരൊക്കെ പറഞ്ഞാൽ അവർക്ക് ഞാൻ പരലോകത്തെത്തുമ്പോൾ എന്റെ ശുപാർശ ഞാൻ നൽകുന്നതാണ്. അള്ളാന്റെ അനുമതി പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ശുപാർശത്ത് പറയും. എങ്ങനെ പറയാം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വെറുതെ നമ്മൾ ഇരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലുക. അങ്ങനെ ചൊല്ലുമ്പോൾ അദ്ദാഉ വദ്ദവാഉ എന്നൊരു പുസ്തകം ഉണ്ടായി. ആ പുസ്തകത്തിൽ 3 ആളെ മരണം പറയുന്നത്. ഒന്നൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനോട് മരിച്ചുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ പറഞ്ഞപ്പോൾ മൂളിപ്പാട്ട് പാടി. ഓനെപ്പോഴും മൂളിപ്പാട്ട് പാടി നടക്കുന്ന ആളാണ്. മരിച്ചുമ്പോൾ ഓനിത് ചെല്ലാനായില്ല. രണ്ടാമത്തത് ഒരു ദുന്യവിയായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. ദുന്യവിയായ ജീവിതം നയിക്കുന്ന ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ മൂപ്പര് ചെല്ലിയിട്ടില്ല. പക്ഷെ മൂപ്പരെ കുടുംബങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പൊ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറഞ്ഞോട് നോക്കുമ്പോൾ എനിക്ക് ചെല്ലാൻ വെയ്ക്കണില്ല. അറിയാം, മദ്രസയിലൊക്കെ പഠിച്ചാണ്, പക്ഷെ എനിക്കത് ചെല്ലാൻ വെയ്ക്കണില്ല. ഇവിടെ തടിയാണ്. അദ്ദാഉ വദ്ദവാഉ എന്നാണ് പുസ്തകത്തിന്റെ പേര്. മൂന്നാമതൊരാളെ മരണം കച്ചവടക്കാരനാണ്. കച്ചവടം ചെയ്ത് കച്ചവടം പീടിയ പള്ളി ദീനിക്കാരൊന്നുമില്ല, പീടിയ 24 മണിക്കൂറും പീടിയ കച്ചവടം, ഗോതമ്പും കച്ചവടം. അങ്ങനത്തെ ഒരാൾ മരിച്ചാൻ കിടന്നപ്പോ മൂപ്പർക്ക് കുടുംബങ്ങൾ കെലിമ ചൊല്ലി കൊടുത്തോലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. ഗോതമ്പിന് മാർക്കറ്റിൽ എന്താ വില അയച്ചാലോ ഇത് ചൊല്ലി കൊടുത്തപ്പോ അങ്ങനെ അയാൾ മരിച്ചും ചെയ്തു. അറബി ഗ്രന്ഥത്തിലുള്ളതാണിത്. അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയാലേ അത് മരിക്കുമ്പോൾ നമുക്ക് ചെല്ലാൻ കൂടുള്ളൂ. അത് മരിക്കുമ്പോൾ ചെല്ലിയാൽ, ഇപ്പം നമ്മൾ പരീക്ഷ എഴുതിയിട്ട് രജിസ്റ്റർ നമ്പർ എഴുതാഞ്ഞാൽ ആ പേപ്പർ വാല്യൂ ചെയ്യൂല. അതിലെന്തുത്തരം ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മളെ ഈ ദുനിയാവിലെ പരീക്ഷ പേപ്പറിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മം ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന രജിസ്റ്റർ നമ്പർ ഇല്ല എങ്കിൽ നമ്മളെ ഒരമലും അല്ലാഹ് വാല്യൂ ചെയ്യൂല, നമുക്ക് അത് ഖബൂലാക്കൂല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നമ്മൾ ആത്മാർത്ഥമായി നമ്മളെ ഖൽബറിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശുപാർശ തരും. അങ്ങനെ ശുപാർശ ലഭിക്കുന്ന സത്യവിശ്വാസം കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയും ദീനീ സ്ഥാപനങ്ങളും വളരെ ഭംഗിയായി വൃത്തിയായി കൊണ്ടു നടക്കുന്ന ഈ മഹല്ലിലെ അംഗങ്ങളായ സഹോദരീ സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത് കെട്ടിയുയർത്താൻ വേണ്ടി സ്ഥലം തന്നവർ, അത് വാങ്ങിയവർ, അതുപോലെ ആരാധനാലയം ഉയർത്തിയവർ, പണം ചെലവഴിച്ചവർ, വഫാത്തായി പോയവർ, അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പഠിക്കുന്ന മക്കൾ ദീൻ പഠിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ അത് പകർത്തി പ്രായമാകുമ്പോൾ നമ്മളെ നോക്കുവാനും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബറിൻ്റെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുവാനും അള്ളാഹു അവർക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യ വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.